ഞാൻ പറയുന്നത് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. Am I audible to everyone? Hello? Yes. Okay. All right. Yes. Okay. So, see, I am Nijesh Nandan, technical head of Canton National of UAE division. അപ്പോൾ ഇന്നത്തെ സെഷൻ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാം ഓട്ടോകാൻ്റെ സെഷൻ ആണുള്ളത്. So it's my responsibility to welcome you one and all. So on behalf of Canton National, I would like to welcome you all to the session. Okay. So it was our 21st anniversary the last week. അപ്പോൾ ഈ ഒരു 21 yearsന്റെ ജേർണി എന്ന് പറയുമ്പോൾ we have been very fortunate enough to guide many of the engineers to help them to become a better designers. So ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് ഞങ്ങളുടെ ഒരു മിഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഇൻഡസ്ട്രി എക്സ്പെക്ടേഷൻ, ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമുക്കൊരു ലെവലിൽ നിൽക്കുമ്പോൾ ദെൻ ടു എൻറ്റർ ഇൻ ടു ദ ഡിസൈൻ ഇൻഡസ്ട്രി. ഓക്കെ, ആ ഒരു ബ്രിഡ്ജ് നമുക്ക് എങ്ങനെ ഗ്യാപ്പ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു മെയിൻ ഫോക്കസ് ആയിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ മെയിൻ മോട്ടോ. So in order to train the engineers to be apt to the design industry, so അതായിരുന്നു ഞങ്ങളുടെ മെയിൻ മോട്ടോ. So what we hope is till now we have been successful enough in that particular field. So ഇന്നത്തെ സെഷൻ എന്ന് പറയുമ്പോൾ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. You might have attended one session before. So for today's session, to guide the session for you, we have one of our finest trainers, Mr. Bestin P. Marcos. So Bestin sir ആയിരിക്കും ഇന്നത്തെ ക്ലാസ് ലീഡ് ചെയ്യുക. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി പാർട്ടിസിപ്പൻസ് കൂടുതലുണ്ട്. സോ ആസ് എ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും കുറെ സോഫ്റ്റ്വെയർസ് ചിലർക്ക് അറിയുന്നത് ഉണ്ടാവാം, ചിലർ സോഫ്റ്റ്വെയർസിലേക്ക് ന്യൂ ആയിരിക്കാം. സോ ഏതൊരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കായാലും ഫ്രോം ദ സ്ക്രാച്ച് നമുക്ക് എങ്ങനെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയാം, എന്താണ് CAD, എന്താണ് CAM, എന്താണ് CAE, അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ, ദെൻ ആസ് എ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ബേസിക് എന്നുള്ള രീതിയിൽ AutoCAD ആണ് ഏതൊരു സോഫ്റ്റ്വെയറിന്റെ ബേസിക് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ. സോ ഇങ്ങനൊരു സെക്ഷൻ, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ്. Okay, so now I would like to welcome our trainer. So over to you, sir. Hi. So I hope you can hear me. Hello. Thank you, sir. Yes, sir. Okay. Thank you. So, good afternoon all. എല്ലാവർക്കും കേൾക്കാനെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോ നമുക്കറിയാം ഒരു ക്രൗഡ് ഉണ്ട്. ഇപ്പൊ നിങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ചാറ്റിലൂടെയാണ് എല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് എന്തോ എന്ത് കാര്യം എന്നോട് കൺവേ ചെയ്യാനുണ്ടെങ്കിലും ആ ചാറ്റ് ബോക്സിൽ ഇടാം. എനിക്കൊരു മാസിക ക്രൗഡ് ഉണ്ട്. നമുക്കൊരു അറൌണ്ട് 250 പീപ്പിൾസ് ഇപ്പോൾ ജോയിൻ ആയിട്ടുണ്ട്. കുറച്ചൊരു പേര് കൂടി ജോയിൻ ആവാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു സെഷൻ തുടങ്ങിയായിരുന്നു അല്ലെ, ജസ്റ്റ് ലാസ്റ്റ് വീക്കിൽ ജസ്റ്റ് സെഷൻ തുടങ്ങിയായിരുന്നു. പക്ഷെ അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്കത് മാക്സിമം 100 പീപ്പിൾസിനെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ചും കൂടെ ഒരു വൈഡ് ആയിട്ട് പോകാം. ഓക്കെ, ഇതൊരു കോമൺ മലയാളം ബാച്ച് ആയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇംഗ്ലീഷ് മിക്സപ്പ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിലുള്ള മലയാളം ബാച്ചാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഷാരിഖ് സെയ്ദ്, ഷാരിഖ് സെയ്ദ് എന്നാ പറഞ്ഞത്. അപ്പോ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു നമ്മള്. എത്ര പേര് ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഇതില്ല, പക്ഷെ ഞാൻ ഒന്നും കൂടെ ബിഗിൻ ചെയ്ത് തുടങ്ങാം. ആസ് വിജയ് സാർ മെൻഷൻ ചെയ്തതുപോലെ ഏതൊരു ഇൻഡസ്ട്രി ആയാലും നമ്മളിപ്പോ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കറക്റ്റ് ഒരു വേർഡ് തന്നെയാണല്ലേ. നമ്മളൊരു എഞ്ചിനീയറിംഗിന്റെ ലൈഫ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഫൈനൽ ഇയറോ തേർഡ് ഇയറോ സെക്കൻഡ് ഇയറോ ആ ഒരു എഞ്ചിനീയറിംഗ് ലൈഫിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ബട്ട് ഞാൻ അതിൽ ആ ഗ്യാപ്പ് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ഡയറക്ട്ലി നമ്മുടെ ഇൻഡസ്ട്രി ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇന്ന് മാത്രമല്ല സിസ്റ്റത്തിൽ മുഴുവനായിട്ടൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? ഓക്കെ, എന്നാൽ എന്താണ് ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ വേണ്ടത്, നമുക്ക് എന്ത് സ്കില്ലിലേക്ക് എത്തണം, ആ കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ കൂടുതലായിട്ടും നിങ്ങളെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട രീതിയിലേക്ക് എന്ത് ചെയ്യുക, മൗൾഡ് ചെയ്യുക. ഓക്കെ, മൗൾഡ് ചെയ്യുക എന്നുള്ള ഒരു എയിമാണ് നമുക്കുള്ളത്. ഓക്കെ, നിങ്ങളെ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ വേണം? ഓക്കെ, നമുക്ക് അറിയാം ഇതിപ്പോ ഒരു മാക്സിമം 300 അല്ലെങ്കിൽ 250 പീപ്പിൾസ് അവിടെ ജോയിൻ ആയിട്ടുണ്ടാവും.
അതിനേക്കാൾ ഒരു 10 മടങ്ങ് അധികമായിരിക്കാം എൻ്റെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ കൗണ്ട്. അപ്പോ എന്താണ് നോർമൽ സ്റ്റുഡൻസിൽ നിന്നും നമുക്ക് വ്യത്യാസം കാണിക്കേണ്ടത്? സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പീപ്പിൾസിനെ മാത്രമേ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളൂ അല്ലെ? എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഓക്കെ, എന്താണ് നിനക്കുള്ള അല്ലെങ്കിൽ എനിക്കുള്ള യൂണിക്, എന്താണ് അതിൽ നിന്ന് വ്യത്യാസമുള്ളത്? ആ വ്യത്യാസം തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യത്യാസത്തിലേക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അത് ഈവൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയാലും സിവിൽ എഞ്ചിനീയർ ആയാലും ആരായാലും. ഈവൻ നമുക്ക് പറയാം CAD അല്ലെ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നാ പറയാം അല്ലെ, കമ്പ്യൂട്ടറിന്റെ ഒരു സഹായത്തോടു കൂടി നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. അത് ഏത് ഫീൽഡിലും ആവാം അല്ലെ, സിവിൽ ഫീൽഡിലാവാം, മെക്കാനിക്കലിലാവാം, എയറോനോട്ടിക്കൽ, ഏത് ഫീൽഡ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. ഇന്നത്തെ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വേൾഡിൽ നമുക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കുള്ള ഒരു ഇതാണ് ഉള്ളത് നമുക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്രമാത്രം പ്രാപ്തരാണ് എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് ഓക്കെ, ഒരു സോഫ്റ്റ്വെയർ അറ്റ്ലീസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആണ് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന്. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എങ്കിലും നമ്മൾ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് ഇവിടെ നിന്ന് CAD ഇന്റർനാഷണൽ സൈഡിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് മൈസെൽഫ് ബെസ്റ്റിൻ. ഓക്കെ, ഐ എം എ സിവിൽ എഞ്ചിനീയർ, ഐ എം വർക്കിംഗ് ഇൻ ദുബായ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ സിവിൽ സോഫ്റ്റ്വെയർസ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. റിവറ്റ് സ്ട്രക്ചർ, റിവറ്റ് ആർക്കിടെക്ചർ, സിവിൽ 3D, ഇൻഫ്രാസ്ട്രക്ചർ സോഫ്റ്റ്വെയർ സിവിൽ 3D, ദെൻ ഓട്ടോക്യാഡ്, ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓഡിബിൾ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കുറച്ചും കൂടെ ഒന്ന് എല്ലാവർക്കും കൂടെ റീച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ആൾക്കാർ ഇപ്പോഴും ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിന്ന് മെസ്സേജ് ഇടുക. ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും, എനിക്ക് റിപ്ലൈ തരാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പോ ഞാൻ ഫർദർ മോർ ഒരു ഇൻട്രോയിലേക്ക് പോകണില്ല, കാരണം നമുക്ക് ക്വിക്ലി നമുക്ക് എന്താണ് സോഫ്റ്റ്വെയർ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആരും ഇതൊരു ഫ്രീ സെഷനായി കാണാതെ ഒരു നോർമൽ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടെന്ന് വിചാരിച്ച് ഓക്കെ, അതിന്റെ സീരിയസ് ആയിട്ടോട് കാണാം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു എൻഡ് റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ആ ഒരു സീരിയസ്നെസ് നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് ഫ്രീ അല്ലേ, ഞാൻ വെറുതെ എങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാതെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിക്കുക. ഒരു 1000 പീപ്പിൾ, മാക്സിമം 1000 പീപ്പിൾസിനെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ എൻട്രി കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു 1000 പീപ്പിളിൽ ആവാൻ ശ്രമിച്ച് അതിൽ നിന്ന് ഒരു നല്ലൊരു ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകാതെ നല്ലൊരു ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ഞാൻ ഫയൽസ് കാണിച്ചു തരാം, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, നോർമലി നമ്മൾ ഓട്ടോക്യാഡിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സെക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഫൈൻ. ഹലോ, എല്ലാവർക്കും സ്ക്രീൻ കാണാണ്ടെന്ന് വിചാരിക്കും. ക്ലിയർ ആണോ? സ്ക്രീൻ കാണാണ്ടെന്നോ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. ചാറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, ഫൈൻ. ഓക്കെ, ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ തുടങ്ങുന്നത് അല്ലെ. ബേസിക്കലി ആദ്യം ആസ് എ സ്റ്റാർട്ടർ ഓക്കെ, ഏതൊരു സിവിൽ എഞ്ചിനീയറിംഗ് ആയാലും സ്റ്റാർട്ടർ ആകുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഓട്ടോക്യാഡ്. അറ്റ്ലീസ്റ്റ് എന്ന് ഞാൻ പറയും, അറ്റ്ലീസ്റ്റ് ഓട്ടോക്യാഡ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇന്നത്തെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്നത്തെ ഈ അല്ലെങ്കിൽ ഈ യുഗത്തിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഇന്നിപ്പോ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലെ. കുറവെന്ന് തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ഓട്ടോക്യാഡ് ഡ്രാഫ്റ്റ്മാൻ എങ്കിലും ആയിരിക്കണം. അപ്പൊ നിങ്ങൾ അതിന് പ്രാപ്തരാണോ, അല്ലെങ്കിൽ എൻ്റെ എനിക്ക് ഓട്ടോക്യാഡ് അറിയുമോ എന്നാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഓട്ടോക്യാഡ് അറിയുന്ന പലരും ഉണ്ടാവാം. റെക്ടാങ്കിൾ, അത് ഓട്ടോക്യാഡിനെ കുറിച്ച് ഏറ്റവും സിമ്പിൾസ്റ്റ് വേ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഒരു 5-6 ടൂൾസ് ഉണ്ടെങ്കിൽ, 6 ടൂൾസ് ഉണ്ടെങ്കിൽ എനിക്കൊരു ഓട്ടോക്യാഡിൽ പ്ലാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, പ്ലാൻ വരച്ചെടുക്കാം. ഓക്കെ, അവിടെ നമ്മൾ ആ പ്ലാനിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്ലയന്റ് വ്യൂവില് അല്ലെങ്കിൽ ഒരു ഷീറ്റിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നു എന്നതിനാണ് പ്രാധാന്യം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു റെക്ടാങ്കിൾ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ലൈൻ യൂസ് ചെയ്തോ എനിക്കൊരു പ്ലാൻ വരയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെൻഷൻ ചെയ്തതാണ്, പക്ഷെ അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ കൂടി പറയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു പ്ലാൻ. പക്ഷെ അത് എങ്ങനെ എത്രമാത്രം നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതിലാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത്. ഓക്കെ, ഫൈൻ. റീഡബിൾ ആയിരിക്കണം എന്ന് പറയാം എനിക്ക്, അത് നീറ്റ് സ്കെച്ച് ആയിരിക്കണം, അതിന് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് വേണം അല്ലെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്തൊരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു എലമെന്റ് വരയ്ക്കുകയാണെങ്കിലും എനിക്ക് ഈ ഒരു 3-4 ഡ്രോ പാനലിലെ കുറച്ച് ടൂൾസ് മതി. ഓക്കെ, നിങ്ങൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയുന്ന എല്ലാവരും ആയിരിക്കും, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു ഒരു ലൈക്ക് സ്റ്റോറി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഹോം ഐക്കൺ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഓരോ പാനൽസ് ഉണ്ട്. നമുക്കൊരു
ഈ എൻറ്റയർ ഏരിയയെ നമ്മൾ റിബൺ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, റിബൺ റിബൺ എന്നാണ് നമുക്ക് പറയുക. ഓക്കെ ഫൈൻ. അതിനുശേഷം ഈ ഒരു റിബണിനെ പല പാനൽസ് ആയിട്ട് അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഡ്രോ പാനൽ, മോഡിഫൈ പാനൽ, അനോട്ടേഷൻ, ലെയർ, ബ്ലോക്ക്. ഈ ഡ്രോ എന്ന് പറയുന്ന പാനലിൽ നിന്ന് തന്നെയാണ് മോസ്റ്റ് ഓഫ് 90% എല്ലാ എലമെന്റും നമ്മൾ വരച്ചെടുക്കുന്നത്. ഓക്കെ, വരയ്ക്കലായിരിക്കാം, മേ ബി അത് എന്ത് ചെയ്യാം, ഹാച്ചിങ് ആയിരിക്കാം, റെപ്രസെന്റേഷൻ ആയിരിക്കാം. നമ്മൾ വരച്ച ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ നമ്മൾ വരച്ച ഒരു സർക്കിൾ, അത് എങ്ങനെ നമ്മൾ അതിനെ റീഡബിൾ ആയി ഒരാൾക്ക് പ്രസന്റ് ചെയ്യുന്നു, ഓക്കെ, പ്രസന്റ് ചെയ്യുന്നു എന്നതിലാണ് അതിന്റെ മ്യൂട്ട് ചെയ്ത് ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ഫൈൻ. അങ്ങനെ മിക്സപ്പ്, ഓക്കെ, അങ്ങനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ നമ്മുടെ റീച്ച് അങ്ങനെയാണ്. ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ, നിങ്ങൾ ചാറ്റിൽ ഇട്ടോളൂ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ചാറ്റ് റീഡ് ചെയ്യുന്നുണ്ട്, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഓക്കെ ഫൈൻ. അപ്പോ അങ്ങനെ ചെയ്ത് നമ്മൾ ഒരു എന്ത് ചെയ്യാം, ഒരു സോഫ്റ്റ്വെയറിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നു. ഡ്രോ പാനൽ ആൻഡ് മോഡിഫൈ പാനൽ അനോട്ടേഷൻ യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണ് അല്ലെ. ഇപ്പൊ ഡ്രോ പാനലിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു, വാട്ട് വി ആർ ഡ്രോയിങ് ഇൻ ഡ്രോ പാനൽ വി ഹാവ് ടു ബി മോഡിഫൈ വിത്ത് മോഡിഫൈ പാനൽ അല്ലെ. നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഞാനൊരു ലൈൻ വരച്ചു അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ വരച്ചു, എനിക്ക് അതിനെ ഒരു റെക്ടാങ്കിളോടെ ക്രിയേറ്റ് ചെയ്യണം. പിന്നീട് പോയി ഒരു റെക്ടാങ്കിൾ വരയ്ക്കേണ്ട കാര്യമില്ല, അതിനൊരു കോപ്പി ചെയ്ത് വെച്ചാൽ മതി അല്ലെ. അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ വരച്ചത് എന്റെ ആവശ്യമുള്ള പ്ലേസിലല്ല എങ്കിൽ ഐ ക്യാൻ മൂവ് ദാറ്റ്. ഓക്കെ, അല്ല അതിന്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യണം, അതിന്റെ ഓറിയന്റേഷൻ ചെയ്യണം, എനിക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡ്രോ പാനൽ നമ്മൾ എന്ത് ചെയ്തോ അതിനെ ഒന്നും കൂടെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ മോഡിഫൈ എന്നുള്ള പാനൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഉപയോഗിക്കും. അതിന് എക്സാമ്പിൾ ആണ് മൂവ്, കോപ്പി, റൊട്ടേറ്റ്, മിറർ. ഇതൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഓക്കെ ഫൈൻ. ഇനി അങ്ങനെ ഞാനൊരു റെക്ടാങ്കിൾ വരച്ചു, ഞാനൊരു കഥ പോലെ പറയുന്നു. ഓക്കെ, അങ്ങനെ ഞാനൊരു റെക്ടാങ്കിൾ വരച്ചു. ഞാൻ പറഞ്ഞുതരാം ടൂൾസ് എന്താണ്, ഷോർട്ട് കീ എന്താണെന്ന് നമുക്ക് തുടങ്ങി. ഞാൻ അങ്ങനെ ഒരു റെക്ടാങ്കിൾ വരച്ചു. ഓക്കെ, എനിക്ക് 2 റെക്ടാങ്കിൾ ആക്കി ക്രിയേറ്റ് ചെയ്യണം. ഫൈൻ. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, hello. Okay, most of them are requesting English, I think. Okay, we can go for English, no problem, but we have to check for that. Okay, we are starting an English batch as well. Okay, we can make it as an English batch, or we just continue for a new batch, no problem. Okay, I will mix up the things and will give you. Most probably I think, okay, we will making a new batch for English. On that time we can have that. Fine. Now let me continue. Okay fine. Okay, നിങ്ങൾക്ക് സ്ക്രീൻ കാണാനുണ്ട്, എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു റെക്ടാങ്കിൾ വരച്ചു അല്ലെ, സ്മോൾ റെക്ടാങ്കിൾ ഞാൻ വരച്ചു. ഇതിനെ എനിക്ക് ഇനി ഇതിനെ മൂവ് ചെയ്യണം, 2 റെക്ടാങ്കിൾ ആക്കണം അല്ലെ. അങ്ങനെ ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലാണ് നമുക്ക് കോപ്പിയോ അല്ലെങ്കിൽ മൂവോ റൊട്ടേറ്റോ അങ്ങനത്തെ ടൂൾസ് ഒക്കെ ആവശ്യം വരിക അല്ലെ. ഇനി ഇങ്ങനെ ചെയ്തതിനെ റെപ്രസെന്റ് ചെയ്യുക. റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു റെക്ടാങ്കിൾ ബോക്സ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് ഇത്രയാണ്, വിഡ്ത് ഇത്രയാണ്. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് അനോട്ടേഷൻ എന്ന് പറഞ്ഞ ടാബ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഞാൻ വരച്ചത് റെക്ടാങ്കിൾ ആണ്, അല്ലെങ്കിൽ ഇതൊരു ബെഡ്റൂം ആണ്, അല്ലെങ്കിൽ ഇത് വിസിറ്റിംഗ്സ് റൂം ആണ്. എന്താണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരാളിലേക്ക് കൺവേ ചെയ്യേണ്ടത്, ഞാൻ വരച്ച ഡാറ്റ മറ്റൊരു വ്യക്തിയിലേക്ക് കൺവേ ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ അനോട്ടേഷൻ യൂസ് ചെയ്യുക. അവിടെ ഡയമെൻഷൻ വരും അല്ലെ. ഡയമെൻഷൻ ഇതിന്റെ ലെങ്ത് ഇത്രയാണ്, ബ്രെഡ്ത്ത് ഇത്രയാണ്, കാര്യങ്ങൾ പറയാം. ഇനി കുറച്ചും കൂടെ അതിനെ ആ ചെയ്യുന്ന കാര്യത്തിനെ കുറച്ചും കൂടി റീഡബിൾ ആക്കി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, അതിലാണ് ഓട്ടോക്യാഡിന്റെ പ്രധാന ഒരു ഫാക്ടർ നമുക്ക് ഇരിക്കുന്നത്. ഓക്കെ, ആർക്കും റെക്ടാങ്കിളും പോളിലൈനും അല്ലെങ്കിൽ സർക്കിൾ കമാൻഡ്സ് യൂസ് ചെയ്ത് ആർക്കും ഫിഗേഴ്സ് വരയ്ക്കാം, ഇറ്റ്സ് ഈസി. ബട്ട് അത് നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെ റീഡബിൾ ആക്കി മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു, അതിനാണ് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളത്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ അനോട്ടേഷൻ ചെയ്ത എലമെന്റ്സിനെ ലെയർ കൺസെപ്റ്റുകളായിട്ട്, ഓരോരോ ലെയറുകളായിട്ട്, ഞാൻ പറയുന്നു എനിക്ക് ഒരു വിൻഡോ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ വിൻഡോസ് ഒക്കെ ഒരു ലെയറിൽ, ഓക്കെ, അല്ലെങ്കിൽ എനിക്കൊരു മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആണ് പ്ലേസ് ചെയ്യുന്നത്, അതൊക്കെ ഒരു ലെയറിൽ. അങ്ങനെയും വേണമെങ്കിൽ എനിക്ക് അറേഞ്ച് ചെയ്യാം.
അപ്പൊ ആ പ്രോപ്പർട്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ലെയർ എന്നുള്ള കൺസെപ്റ്റ്. ഡിഫറെന്റ് കളേഴ്സ് കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ ഡയറക്ട്ലി ഇപ്പൊ എനിക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു കളർ, ഇതിനെ വേറൊരു കളർ റെപ്രസെന്റ് ചെയ്യണം. ലെയർ ബൈ ആയിട്ടും ബൈ പ്രോപ്പർട്ടി ആയിട്ടും നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യാം. അതിന്റെ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് വി ക്യാൻ എഡിറ്റ്. സം എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ അതിന്റെ ലൈൻ ടൈപ്പ്, ലൈൻ സ്കെയില്, ഇതൊക്കെ യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രോ പാനലിൽ നിന്നും ബേസിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റിനെ അത് ഇറ്റ്സ് മാക്സിമം ലെവലിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിനെ നല്ലൊരു രീതിയിൽ അനോട്ടേഷൻ കൊടുത്ത്, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത്, ചിലപ്പോൾ ട്രിം ചെയ്യേണ്ട വന്നേക്കാം, മൂവ് ചെയ്യേണ്ട വന്നേക്കാം, അങ്ങനെ മോഡിഫിക്കേഷൻ കൊടുത്ത് അതിനെ അനോട്ടേറ്റീവ് ആയി നല്ലൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഔട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അല്ലെങ്കിൽ അനോട്ടേഷനിലെ ടെക്സ്റ്റ് ഡയമെൻഷൻ കൊടുത്ത് ലെയർ പ്രോപ്പർട്ടി കൂടെ അസൈൻ ചെയ്ത് മാത്രമേ നമുക്ക് ഒരു ഔട്ടിലേക്ക് എത്താൻ പറ്റൂ. അതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം? ഓക്കെ, അത് എങ്ങനെ ഒരു ഇൻഡസ്ട്രി വൈസ് നോളജ് നമുക്ക് അച്ചീവ് ചെയ്യാം, എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആ രീതിയിലേക്കുള്ള ഒരു ബിൽഡപ്പ് ആണ്, ആ രീതിയിലേക്കുള്ള ഒരു മൗൾഡിംഗ് ആണ് നമുക്ക് ഈ ഓട്ടോകാഡ് സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് ഫയൽസ് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയൽസ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. അന്ന് ഒരു മെക്കാനിക്കലുകാരുണ്ടാവാം, ഇവിടെ സിവിലുകാരുണ്ടാവാം, പലതരം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആര് യൂസ് ചെയ്താലും ഓട്ടോകാഡ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ തന്നെയാണ് അല്ലെ. നോക്കി ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട് അല്ലെ, അവിടെ ഒരു പൈപ്പ് ഉണ്ട്, അവിടെ കണക്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പൈപ്പിന്റെ കണക്ഷൻ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ റെപ്രസെന്റേഷൻ വേണം അല്ലെ, അനോട്ടേഷൻ വേണം, അത് റീഡബിൾ ആയിരിക്കണം. ഓക്കെ, എന്നാൽ അത് കുറച്ചുകൂടെ ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെ. അവിടെ എന്തോന്നു കളർ പ്രോപ്പർട്ടി കാണിക്കുന്നു, ഓക്കെ, കുറച്ചുകൂടെ ഹാച്ചിങ് കാണിക്കുന്നു, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ മനസ്സിലാവും നമുക്കൊരു കോൺക്രീറ്റിംഗ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അങ്ങനെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് പ്രോപ്പർട്ടികൾ നമ്മൾ ചെയ്യുക. ഇനി ഈ ചെയ്ത വർക്കുകളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനാണ് ബാക്കിയുള്ള ബ്ലോക്ക്, ഇൻസേർട്ട്, അങ്ങനത്തെ അഡ്വാൻസ് ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾക്ക്. ഒരു സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാൻ അല്ലെ, ഒരു പ്ലാൻ വരയ്ക്കണം, ഒരു സ്റ്റെയർ കേസ്. അപ്പൊ ഇതിൽ ഓരോ കമ്പോണൻസും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓരോ കമ്പോണൻസിന് ഒരു സെപ്പറേറ്റ്ലി ലേയേഴ്സ് സ്പെസിഫിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഓരോ കമ്പോണൻസ് സെപ്പറേറ്റ് ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു പെർമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അറിയുന്നതായിരിക്കും. സിവിൽ എഞ്ചിനീയറിംഗ് കുറച്ചുകൂടി റിലേറ്റ് ചെയ്ത ആൾക്കാർക്ക് അത് എന്താണെന്നൊരു ഐഡിയ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു ഔട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും, അതെങ്ങനെ പോസിബിൾ ആവും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ഒരു ഹൗസ് പ്ലാൻ പറയുകയാണെങ്കിൽ ഓക്കെ, ഒരു ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് എല്ലാവർക്കും സെയിം തന്നെയാണ് അല്ലെ. ലൈന്, റെക്ടാംഗിൾ, പോളിലൈൻ അങ്ങനത്തെ ഒരു എലമെന്റ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള കോമൺ രീതിയിലേക്ക് പോവാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് വേറൊരു നല്ലൊരു അഡ്വാൻസ് ലെവലിലേക്ക് ട്രെയിനിങ്ങിലേക്ക് മാറാം. ഓക്കെ, അപ്പൊ ബേസിക്കലി ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, വിത്തിൻ ഒരു 2-3 ടൂൾസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് 2-3 ടൂൾസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, നോക്കി ഇവിടെ തന്നെ കാണാം, ഡോറിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡിസിഗ്നേറ്റഡ് ലെയർ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഡോർ എനിക്ക് കാണാം. ഓക്കെ, ഡോർസ് മാത്രമായിട്ട് ഓഫ് ചെയ്യണം ചെയ്യാം. അപ്പൊ മാനേജ്മെന്റ് കൂടെ കുറച്ചുകൂടി ഈസി ആയി ലെയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റോട് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു ഇൻഡസ്ട്രി ലെവൽ ഔട്ട്പുട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കാനില്ല, ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഫൈൻ. അപ്പോ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കാം സോഫ്റ്റ്വെയർ. ഓക്കെ, സോറി, സ്ക്രീൻ ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, സ്ക്രീൻ എല്ലാവർക്കും ഒന്നൊന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നോർമൽ ഡ്രോയിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നോർമൽ ഡ്രോയിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു നോർമൽ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി ഓക്കെ നമുക്ക് ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ്, ഇവിടെ ഈ ഓട്ടോകാഡിന്റെ യൂണിറ്റ് ഉണ്ടോ, പറഞ്ഞത് ഡയമെൻഷൻ ലെസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കൺവേ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകാം. ഓക്കെ, ഓട്ടോകാഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൽ എൻ്റർ, ലൈൻ എൻ്റർ എന്ന കമാൻഡ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ലൈൻ എൻ്റർ, എൽ എന്ന് പറയുന്നത് ഒരു ലൈൻ വരയ്ക്കാനുള്ള, ലൈനും ലൈൻ കണ്ടിന്യൂസ് ലൈനും അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റും കണ്ടിന്യൂസ് ലൈനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കാം. ഓൾറെഡി ലാസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞു, അപ്പൊ അവിടെ മിക്സ് ആയതുകൊണ്ട് റിപ്പീറ്റ് കൂടെയാണ്. ഓക്കെ, അപ്പൊ ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നതിന് ഒരു സ്റ്റാർട്ട് പോയിന്റും ഒരു എൻഡ് പോയിന്റും ഉണ്ടായിരിക്കും അല്ലെ. ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ട് പോയിന്റും ഒരു എൻഡ് പോയിന്റും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ സോഫ്റ്റ്വെയറിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കമാൻഡ് ആണ്. സിംപിളി ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ
നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുക? ലൈനിന്റെ ഷോർട്ട് കീ എൽ എന്റർ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എൽ എന്റർ അല്ലെങ്കിൽ സ്പേസ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇവിടെ ഇവിടെ സോഫ്റ്റ്വെയർ തന്നെ നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ് ഓട്ടോക്യാഡ്. യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ എന്ത് ചെയ്തെന്നോ അതിനെ കറക്റ്റ് ആയിട്ട് അവർ നമുക്കൊരു മെസ്സേജ് തന്ന് കൺവേ ചെയ്തുകൊണ്ടിരിക്കും. ഫൈൻ. ഞാനിപ്പോ എൽ എന്റർ അല്ലെങ്കിൽ ലൈൻ വരയ്ക്കാൻ വേണ്ടിയുള്ള കമാൻഡ് ഇൻപുട്ട് ചെയ്യുമ്പോൾ ഓക്കെ, അവർ താഴെ നിങ്ങൾക്ക് കമാൻഡ് ബാർ കാണാം അല്ലെ, താഴെ ഒരു കമാൻഡ് ബാർ കാണാം. ഞാൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ലാസ്റ്റ് ഡേയിൽ കുറച്ചുകൂടെ പറഞ്ഞതാണ്, എങ്കിൽ ഞാൻ പറയുകയാണ്, താഴെ എൽ എന്റർ അല്ലെങ്കിൽ ലൈൻ എന്ന് പറഞ്ഞ കമാൻഡ് ബാർ കാണാം. അവിടെ നമ്മൾ എൽ എന്റർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അവർ പറയുന്നത് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് എന്നാ പറയുന്നത് അല്ലെ. ഞാനൊരു ലൈൻ വരയ്ക്കാൻ പോവുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് പോയിന്റ് എവിടെയായിരിക്കണം. ഓക്കെ ഫൈൻ. അപ്പൊ എൽ എന്റർ എന്ന് കൊടുത്ത ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. ഞാൻ മൗസ് കൊണ്ട് എനിക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ബിഗിനിങ്. മൗസ് കൊണ്ട് ഞാനൊരു ഫസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്ത നെക്സ്റ്റ് ഇൻസ്റ്റന്റിൽ അവർ കാണിച്ചു തരുന്നത് എന്താ? സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് എന്നാ പറയുന്നത് അല്ലെ. രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് സ്പെസിഫിക് ആയി ചെയ്യാനാണ് അവർ പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതോടുകൂടി എന്ത് വരികയാണ്? ഇവിടെ അതിന്റെ ഓട്ടോമാറ്റിക്കലി ലെങ്തിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ലെങ്തിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ ഓക്കെ മെസ്സേജ് ഒരു സെക്കൻഡ് ഓക്കെ ഓക്കെ ഞാൻ ഓക്കെ നോർമലി ഞാൻ ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞു തുടങ്ങുന്നത്. അത് ലൈൻ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, എല്ലാവർക്കും വേണ്ടിയുള്ള സ്റ്റാർട്ടിങ്ങിലെ ഒരു ലൈൻ വരച്ചു. ഒരു മെക്കാനിക്കൽ, ആർക്കിടെക്ചറൽ, സിവിൽ ആർക്കായാലും ഒരു ലൈൻ ഇല്ലാതെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതാ ഇപ്പൊ ഇതൊരു മെക്കാനിക്കൽ ആണെങ്കിൽ ഇതൊരു ലൈൻ ആണല്ലേ. അതാണ് ഞാൻ ആദ്യമേ ഈ ഫയൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിവിൽ ഫയലും, മെക്കാനിക്കൽ മാത്രമല്ല സിവിലുകാരും കൂടെ ഉണ്ട്. എല്ലാവർക്കും കൂടെ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാം. ഓട്ടോക്യാഡ് എന്ന് പറയുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ, അല്ലാതെ എനിക്കോ നിങ്ങൾക്കോ വേണ്ടി മാത്രമല്ല. അങ്ങനെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ ഒരുമിച്ച് എന്ത് ഒരു സോഫ്റ്റ്വെയർ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ഫൈൻ. ഇതാ, അപ്പൊ ഞാൻ ഇതൊന്ന് എൽ എന്റർ അല്ലെങ്കിൽ എൽ എന്റർ എന്ന് കൊടുത്തു. ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ സ്പെസിഫിക് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, എൽ എന്റർ എന്നുള്ള സ്പെസിഫിക് ആയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഒരു ലൈൻ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. ദെൻ സെക്കൻഡ് പോയിന്റ് കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യാം അല്ലെ. ഫൈൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എയ്തർ ഐ ക്യാൻ ടൈപ്പ് ദ വാല്യൂ, എത്രയാണോ നെക്സ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യേണ്ട വാല്യൂ അത് എനിക്ക് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് അവിടെ എവിടെയാണോ മൗസ് കൊണ്ട് എനിക്ക് സ്പെസിഫിക് ആക്കാം. എത്രയാണോ എനിക്ക് വേണ്ട വാല്യൂ അതെനിക്ക് ടൈപ്പ് ചെയ്യാം. ഏതർ ബോട്ടം നിങ്ങൾ കമാൻഡ് ലൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതർ എനിക്ക് മൗസ് കൊണ്ട് സ്പെസിഫിക് ആക്കാം, അല്ലെങ്കിൽ അവിടെ വാല്യൂ ടൈപ്പ് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണോ, മുകളിലേക്കാണോ, താഴേക്കാണോ? ഒരു ആംഗിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഏത് അല്ലെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. ആംഗിൾ എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് എന്നുള്ള ഡയറക്ഷൻ ഉണ്ട്. ആംഗിൾ സ്പെസിഫിക് ആക്കാനുള്ള കാര്യം നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും F8 ഓർത്തോഗണൽ എന്നാണ് പറയുക. F8 അല്ലെങ്കിൽ ഓർത്തോഗണൽ. ഓക്കെ, ആ ഓർത്തോ ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് ശ്രമിക്കുക എല്ലായ്പ്പോഴും. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോ നമുക്ക് എൽ എന്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോടുകൂടെ സ്റ്റാർട്ട് ചെയ്തു. എൽ എന്റർ ഞാൻ കൊടുത്തു, ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്തു. F8 എന്ന് പറയുന്ന ഷോർട്ട് കീ വഴി ഞാൻ എന്ത് ചെയ്തു? ഒരു ലെങ്ത് സ്പെസിഫിക് ആക്കുകയാണ്. അല്ലെങ്കിൽ F8 എന്ന് പറയുന്നതോടുകൂടി സ്ട്രേറ്റ് 90 ഡിഗ്രീസിലേക്കുള്ള ഒരു ലൈൻ ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാം അല്ലെ. 90 ഡിഗ്രീസിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈൻ ആക്കണമെങ്കിൽ F8 എന്നുള്ള ഷോർട്ട് കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എപ്പോഴും അത് 90 ഡിഗ്രീസിലായിരിക്കും ഉണ്ടാവുള്ളൂ അല്ലെ. അതായത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. എല്ലാ ലൈൻസും 90 ഡിഗ്രി പെർപെൻഡിക്കുലർ. F8 എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ആംഗിളിലേക്ക് അതിനെ മാറ്റാൻ പറ്റുള്ളൂ. ആംഗിൾ സ്പെസിഫിക് ആക്കാൻ ഞാൻ പറയാം. ആവശ്യം നമ്മുടെ മൗസ് യൂസ് ചെയ്ത് നമുക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. കേട്ടോ, മൗസ് ടിപ്പിലാണ് രണ്ടാമത്തെ പോയിന്റ് ഇരിക്കുന്നത്. ഞാൻ എവിടെ ക്ലിക്ക് ചെയ്യുന്നു അവിടേക്കാവും രണ്ടാമത്തെ പോയിന്റ്. ഇനി F8 ഞെക്കിട്ട് പ്രസ് ചെയ്തിട്ടാണെങ്കിലോ 90 ഡിഗ്രിയിൽ മാത്രമായിരിക്കും. ഓക്കെ, സിംപ്ലി ഞാൻ ഇനി വാല്യൂ കൊടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 50 എന്ന് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 ലെങ്തിലുള്ള സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ആയി. വളരെ സിമ്പിൾ കൺസെപ്റ്റ്. ഒന്നുകൂടെ പറയാം, എൽ എന്റർ ഫസ്റ്റ് പോയിന്റ് യൂസ് ചെയ്തു. F8 വേണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കുക. ആംഗിൾ ആണോ വേണ്ടത്, സ്ട്രെയിറ്റ് ആണോ വേണമെങ്കിൽ F8. ദെൻ എത്രയാണോ ഡയമെൻഷൻ വേണ്ടത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ഞാൻ 80 ടൈപ്പ് ചെയ്താൽ ഡയമെൻഷൻ ടൈപ്പ് ചെയ്യും. ക്ലിയർ ആവുന്നു? ജസ്റ്റ് ഒരു ലൈനും 2 ലൈനും വരച്ചു അല്ലെ. ഇനി ഇവിടെ 2 ലൈൻ വരച്ചു കഴിഞ്ഞിട്ട് നമുക്കതിനെ ഒരു
ഒരു റെക്ടാംഗിൾ ആക്കണം എന്നുണ്ടെങ്കിൽ എന്താ ഒരു മെഷീൻ പാർട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു റെക്ടാംഗിൾ ബോക്സ് ക്രിയേറ്റ് ചെയ്യണം, എല്ലാം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. എല്ലാം അടിച്ചു, ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ആകുന്നു, മുകളിലേക്ക് എനിക്കൊരു 50, ഓക്കെ 50. ഓക്കെ, ദെൻ ഡയറക്ഷൻ കാണിക്കുക. അടുത്ത് റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ മുകളിലേക്കാണോ, അത് ഡയറക്ഷൻ എന്തുകൊണ്ടാണ് മൗസ് കൊണ്ട് കാണിക്കുക. ഡയറക്ഷൻ സ്ട്രെയിറ്റ് ആവണോ ആംഗിൾ ആവണോ നമുക്ക് പറയാം. ഓക്കെ, സ്ട്രെയിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 100 എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോ 50 100 എന്ന് പറഞ്ഞ 2 ലൈൻസ്. ഇനി അവിടെ നിന്ന് താഴേക്ക് അഗെയിൻ ഞാൻ 50 കൊടുക്കുന്നു അല്ലെ. അഗെയിൻ ഞാൻ ലെഫ്റ്റിലേക്ക് പോയി 100 എൻഡ് ചെയ്യുന്നു, ഒരു റെക്ടാംഗിൾ ബോക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഒരു സിമ്പിൾ റെക്ടാംഗിൾ ബോക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫൈൻ. അപ്പൊ ലൈൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടി. എന്തുണ്ടാവും, സ്റ്റാർട്ട് പോയിന്റ് എൻഡ് പോയിന്റും ഉണ്ടാവും. ഓക്കെ, ഇനി അതൊരു കൺസ്ട്രക്ഷൻ ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓട്ടോകാഡിൽ തന്നെ ഇവിടെ ഉണ്ട്, ഡ്രോ എന്ന് പറഞ്ഞ ടാബിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ലൈൻസ് അല്ലെങ്കിൽ ഓക്കെ നമുക്ക് കാണാം, കൺസ്ട്രക്ഷൻ ലൈൻസ് അല്ലെങ്കിൽ എന്ത് കാണാം, ശ്രദ്ധിക്കുക. ഓക്കെ, കൺസ്ട്രക്ഷൻ ലൈൻസ് കാണാം, അല്ലെങ്കിൽ ഇവിടെ എക്സൽ ലൈൻ എന്ന് പറയുന്ന ലൈൻസ് ഉണ്ട് അല്ലെ. ഷോർട്ട് കീ ആണ് എക്സൽ ലൈൻ. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെ ഒരു പ്ലാൻ വെച്ചാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അവിടെ പ്ലാൻ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോകാഡിൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ട ഒരു എലമെന്റ്. ഓക്കെ, ഞാൻ പറയുന്നു ടോപ്പ് വ്യൂവിൽ ഒരു മെഷീനറി പാർട്ട് എനിക്ക് സർക്കിൾ വെച്ച് ഇങ്ങനെ കാണാം. ഓക്കെ, ഇതിനുള്ളൊരു റെക്ടാംഗിൾ വെച്ച് എനിക്ക് എന്ത് കാണാം, ഓക്കെ ചിലപ്പോൾ ഇതിന്റെ പാർട്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ. ഉണ്ടാവും, ഇതിനെ എനിക്ക് എക്സ്റ്റെൻഡ് ആക്കി വരയ്ക്കണം. ഇതിന് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയിരിക്കും, എനിക്ക് മനസ്സിലായി. ഇതിന്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ടോപ്പ് വ്യൂ ആണ് അല്ലെ. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മാനുവലി നമ്മൾ ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്യണം. മേ ബി അത് എങ്ങനെയായിരിക്കും, മാനുവലി അത് ഡ്രാഫ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഓക്കെ മേ ബി ഒരു റെക്ടാംഗിൾ ഇങ്ങനെ വരും. ഓക്കെ, അതിന് മുകളിൽ റെക്ടാംഗിൾ. അപ്പൊ ഇത് കാണിക്കുന്നത് ഒരു എലമെന്റ് ഇവിടെ ഉണ്ട് എന്നാണ്, ഒരു ഷേപ്പ് ഇവിടെ ഉണ്ടെന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല, ഇതിന്റെ എഡ്ജ് കറക്റ്റ് ആയിരിക്കണം. അതെങ്ങനെ വരയ്ക്കും, കണ്ടിന്യൂസ് ലൈൻ യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് കണ്ടിന്യൂസ് ലൈൻ. അപ്പൊ ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ, ഞാനൊരു പ്ലാൻ വെച്ച് പെർഫെക്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഓക്കെ, എക്സൽ എന്ന് പറയുന്ന ലൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ സ്പെസിഫൈ എ പോയിന്റ് എന്ന് മാത്രമേ പറയുന്നു, അവിടെ സ്റ്റാർട്ട് പോയിന്റ് എന്ന് പറയുന്നില്ല അല്ലെ. എക്സൽ എന്ന് പറയുന്നത് എന്താ, ഒരു കണ്ടിന്യൂസ് ലൈൻ ആണ്. അവിടെ നമുക്ക് ചോദിക്കും കണ്ടിന്യൂസ് ലൈൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ഇൻഫൈനൈറ്റ് എൻഡ്സ് ആയിരിക്കും അതിനുണ്ടാവുക. രണ്ട് സൈഡിലേക്കും ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു ലൈനെയാണ് എക്സൽ ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ എക്സൽ ലൈന് ഒരു പോയിന്റ് എങ്ങനെ ചെയ്യാം, ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് വേണം. താഴെ കാണിക്കുന്നത് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ആംഗുലാർ, ബൈസെക്ട് ആൻഡ് ഓഫ്സെറ്റ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ആദ്യത്തെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ ഒന്നെങ്കിൽ എച്ച് എൻ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. അവിടെ കണ്ടോ ഹൊറിസോണ്ടലിന് എക്സ് ഒരു ഹൈലൈറ്റ് ചെയ്ത് അവർ കാണിക്കുന്നുണ്ട്. അതായത് അവിടെ ആ കമാൻഡ് എച്ച് എൻ്റർ എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പൊ ഹൊറിസോണ്ടൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ഷുഡ് ബി ഇൻ എ ഹൊറിസോണ്ടൽ മാനർ. ഓക്കെ, നമ്മൾ ഹൊറിസോണ്ടലി ഒന്ന് ക്ലിക്ക് ചെയ്തു. ശ്രദ്ധിക്കുക, നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ബോത്ത് എൻഡിലേക്കും ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്ന ലൈൻസ് ആണ് കൺസ്ട്രക്ഷൻ ലൈൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ബോത്ത് എൻഡിലേക്ക് ഇൻഫൈനൈറ്റ് പോകും. അപ്പൊ ഒരു സിമ്പിളി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയേഴ്സ് മാത്രമല്ല ഒരു പ്ലാൻ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത്, നമ്മുടെ ഒരു സ്വന്തം വീടിന്റെ പ്ലാൻ വരയ്ക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും സിമ്പിൾ കാര്യമാണ്. അതൊരു നമ്മളായാലും ഒരു ചിന്തിച്ചു പോകാം അല്ലെ. അതൊരു പേപ്പറിലൂടെ വരച്ചെടുക്കുന്നതിനേക്കാളും എത്രയോ ഫാസ്റ്റർ ആയിട്ട് എത്രയോ എളുപ്പത്തിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ ഒരു ഓക്കെ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു എലമെന്റ് പഠിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, എക്സൽ എന്ന് പറഞ്ഞ കൊടുത്തു ഞാൻ, എനിക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വേണം, വെർട്ടിക്കൽ അത് ചൂസ് ചെയ്തു, ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ ഒരു കോർണർ പോയിന്റ് അവിടെ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ അവിടെ ഒരു കോർണർ പോയിന്റ് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ ഫൈൻ. ഈ കോർണർ പോയിന്റ് ഇപ്പൊ ഒരു എക്സൽ ലൈൻ പഠിച്ചു, നമ്മൾ ലൈൻ പഠിച്ചു അല്ലെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വരിക. ഇനി അടുത്തൊരു കമാൻഡ് നിങ്ങൾ പറയാനുള്ളത് ട്രിം അല്ലെങ്കിൽ ഓഫ്സെറ്റ്, രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ 4 കമാൻഡേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഈ 4 കമാൻഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഒരു പാർട്ട് മെഷീനറി പാർട്ട് പ്രൊജക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയൊരു ഏറ്റവും മൈനോട്ട് രീതിയിലുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് ടൂൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചെടുക്കാം. അതിനെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനെങ്ങനെ കാണിക്കുന്നതിനാണ് വ്യത്യാസം. ഓക്കെ ഫൈൻ. ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു. അടുത്തൊരു കമാൻഡ് ഞാൻ പറയാനുള്ളത് ഓഫ്സെറ്റ് എന്നാണ്. എന്തായാലും ഓഫ്സെറ്റ് എന്ന് പറയുന്നത്, ഓക്കെ മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, എന്താണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്, എന്താണ് ഓക്കെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്? ഓക്കെ സോറി, ഓഫ്സെറ്റ് നിങ്ങൾക്ക് ഇതുവരെയുള്ളത് ക്ലിയർ ആണോ? ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ എനിക്കൊന്ന് അറിയാമായിരുന്നു. ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് ഇട്ടോ അല്ലെങ്കിൽ ഒരു ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ.
നിങ്ങൾക്ക് എന്ത് ജനറൽ ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി മെയിൻറ്റെയിൻ ചെയ്യാം. സോഫ്റ്റ്വെയർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സപ്പോർട്ടീവ് ആയിരിക്കും. ഓക്കെ, ആപ്പ് വഴി നമുക്ക് ആപ്ലിക്കേഷൻ വഴി നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. ഈവൻ ഞാനായാലും ആ ആപ്ലിക്കേഷനിൽ ഉണ്ട്. ഓക്കെ, എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഓക്കെ ഫൈൻ. ഞാൻ എന്ത് ചെയ്യുന്നു, എക്സൽ ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ പറഞ്ഞു. ഇനി ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡിലേക്ക് പോകുന്നു. സോറി, ഓക്കെ, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ ഒരു കമാൻഡിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ ഫൈൻ, 1 സെക്കൻഡ്. ഓക്കെ, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് എന്ന് പറയുന്നത് പാരലലി വിത്ത് റെഫറൻസ് ഡിസ്റ്റൻസ് എനിക്കൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അഗെയിൻ ഇനിയും എക്സലിൽ പോയി, എക്സൽ എന്ന് പറഞ്ഞ കമാൻഡിൽ പോയി വെർട്ടിക്കൽ ലൈൻ ചൂസ് ചെയ്ത് ഇവിടെ നിങ്ങളുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എന്താണ്, മോഡിഫൈ പാനലിലെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് ചെയ്യാൻ എളുപ്പം അല്ലേ. ഓക്കെ, മോഡിഫൈ പാനലിൽ ഓഫ്സെറ്റ് യൂസ് ചെയ്ത് ചെയ്യാം. ഞാൻ ഓ എൻറ്റർ അതാണ് ഷോർട്ട്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഓ എൻറ്റർ എന്നാണ് ഷോർട്ട്. ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓഫ്സെറ്റ് ഓ എൻറ്റർ എന്നാണ് ഷോർട്ട്. അതായത് ഇപ്പൊ ഞാൻ വരച്ചൊരു ലൈൻ ഇതൊരു മോഡിഫിക്കേഷൻ പാർട്ടാണല്ലോ. ഇതിന്റെ ഒരു ലൈൻ എനിക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ്ലി അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പാരലൽ ആയിട്ട് എനിക്ക് പുതിയൊരു ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതൊരു മോഡിഫിക്കേഷൻ ടൂൾസ് വെച്ച് ഒന്നുകൂടെ ഈസി ആയിട്ട് എനിക്ക് അതിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ ഓ എൻറ്റർ ഓഫ്സെറ്റ് എന്നുള്ള കമാൻഡ് ഞാൻ കൊടുത്തു. ദെൻ ഞാൻ എന്ത് ചെയ്യണം, ഓ എൻറ്റർ ഓഫ്സെറ്റ് കമാൻഡ് കൊടുത്തിട്ട് അവർ പറയണത് എന്താ, ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എത്ര വേണം എന്നാ പറയുന്നത് അല്ലെ. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എത്ര വേണം. ഓക്കെ, അപ്പൊ ഞാൻ പറയാം നോർമലി ഒരു പ്ലാൻ രീതിയിൽ പോവുകയാണെങ്കിൽ 200 mm വാല്യൂസ് നിങ്ങൾ പറഞ്ഞേക്ക് ഒരു ജസ്റ്റ് ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ 200 എന്നുള്ള ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്തു 200 mm. എന്നിട്ട് അത് എവിടെ നിന്ന് വേണം, അടുത്ത ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വേണം എന്നാണ് അല്ലെ. എവിടെ നിന്നാണ് വേണ്ടത്, ഈ ഒരു ലൈനിൽ നിന്നാണ് വേണ്ടത് അല്ലെ. ഈ ഒരു ലൈനിൽ നിന്ന് ഏത് സൈഡ്, അപ്പൊ ഞാൻ ആ ആവശ്യമുള്ള എവിടെ നിന്നാണ്, ഫ്രം വേർ, ആ വേർ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഇനി പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, അപ്പൊ നമ്മൾ എപ്പോഴും ആ കമാൻഡ് ലൈനെ റീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇനി കാണിക്കുന്നത് ഫ്രം വേർ എന്നുള്ളത് കാണിച്ചു. ഇനി ടു വിച്ച് ഡയറക്ഷൻ, അത് ലെഫ്റ്റിലേക്ക് ആയിരിക്കാമോ റൈറ്റിലേക്ക് ആയിരിക്കാമോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സൈഡിലേക്ക് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഒരു 200 ഡിസ്റ്റൻസിൽ ഞാൻ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇതൊരു സിമ്പിൾ വേയിൽ വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാനൊരു ലൈൻ യൂസ് ചെയ്ത്, ഓക്കെ, ലൈൻ യൂസ് ചെയ്ത് ഒരു എത്രയാണ്, ഓക്കെ, ജസ്റ്റ് ഒരു 200 mm. ഓക്കെ, ഇവിടെ ഒരു ചെറിയ എലമെന്റ് കൂടെ ഇവിടെ വരയ്ക്കാം. ഓക്കെ, അതിൽ എൻ്റർ എന്ന് കൊടുത്ത് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു 100. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് മുകളിലേക്ക് 100 വളരെ മെയിൻ വാല്യൂ ആണ്. ഓക്കെ ഫൈൻ, യെസ്. ഓക്കെ, എൽ എൻ്റർ എന്ന് കൊടുത്ത് 200. ഓക്കെ, എൽ എൻ്റർ എന്ന് കൊടുത്ത് ഞാൻ ഇവിടെ സ്പെസിഫിക് ആക്കുന്നു. ഈ റൈറ്റ് സൈഡിലേക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു, ഒരു 150 അല്ലെങ്കിൽ 200 എന്ന് പറഞ്ഞ ലെവലിൽ കൊടുക്കുന്നു. ഓക്കെ, അവിടെ നിന്ന് മുകളിലേക്ക് ഞാനൊരു 50 mm മുകളിലേക്ക് വരയ്ക്കുന്നു. ഓക്കെ, ഒരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വിചാരിക്കും. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ ഒരു അഗെയിൻ ഒരു 100 150 100 എത്രയാണ് കൊടുക്കുന്നത്, ആ ഒരു ലൈൻ വരച്ച് എടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ഇങ്ങനെ വന്നു. ഓക്കെ ഫൈൻ, ഇങ്ങനെ ലൈൻ വരച്ചെടുത്തതിന് ശേഷം ഓക്കെ, ഇത് നമുക്ക് റെക്ടാംഗിൾ ബോക്സ് ആണ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണെന്ന് വിചാരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനുള്ളില് ഒരു എന്തുണ്ട്, ഒരു റെക്ടാംഗിൾ ബോക്സ് അല്ലെങ്കിൽ ഒരു സർക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ ഇവിടെ അനോട്ടേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനിവിടെ നമുക്ക് എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ് ഈ ഒരു ലൈൻ വെച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ, ഞാൻ ദാ ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടു. ക്ലിയർ. ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്ത് യൂസ് ചെയ്യും, ഈ പറയുന്ന എക്സൽ ലൈൻ യൂസ് ചെയ്യും അല്ലെ. ഈ പോയിന്റിൽ നിന്ന് ഞാൻ എക്സൽ ലൈൻ, എക്സൽ എൻ്റർ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി, എങ്ങനെയാണ് വെർട്ടിക്കലി ഞാൻ ഈ പോയിന്റിലോട് പ്ലേസ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഡയമണ്ടിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് പ്ലേസ് ചെയ്യും. ഓക്കെ, അതുപോലെ ഈ ഒരു പോയിന്റ് പ്ലേസ് ചെയ്യും. അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടി. ഇനി പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനുള്ളിലായിരിക്കും ആ ഡയമെൻഷൻ അല്ലെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഈസിലി നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ ഇതിനുള്ളിൽ ഒരു എലമെന്റ് കൂടെ വരച്ചു കഴിഞ്ഞ് ആവശ്യമില്ലാത്ത ലെയേഴ്സ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, സിമ്പിൾ ആയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ഇത് അതിന്റെ പ്ലാൻ വ്യൂ. ഓക്കെ, എലിവേഷൻ. ഓക്കെ, ഇത് അതിന്റെ പ്ലാൻ വ്യൂ, ഇതിന്റെ എലിവേഷൻ. ഒരു മെക്കാനിക്കൽ പാർട്ട് എന്ന് നിങ്ങൾ വിചാരിച്ചു. ഓക്കെ, ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. അതാണ് എക്സൽ ലൈൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, എക്സൽ ലൈൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം എന്ന് ഞാൻ പറഞ്ഞു. അതേപോലത്തെ കൺസെപ്റ്റ് തന്നെ ഒരു സിവിൽ ഫീൽഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സിവിൽ ഫീൽഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു വാൾ തിക്നെസ് എന്ന് നമുക്ക് പറയാം. അഗൈൻ ഞാൻ ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു 200 mm ഫ്രം ഹിയർ ഇവിടെ. ഓക്കെ, ഒരു നമ്മൾ വാൾ വരച്ചു അല്ലെ. ഇനി
ഇത് സിവിൽ ഫീൽഡ് കുറച്ചുകൂടി ഒരു ചെറിയൊരു പ്ലാൻ കൂടെ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഏറ്റവും ലളിതമായിട്ടൊരു പ്ലാൻ വരയ്ക്കാൻ നോക്കാം. ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് അടുത്തൊരു റൂമിന്റെ ലെങ്ത് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സാമ്പിൾ ഒരു റൂമിന്റെ ലെങ്ത്. ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്കൊരു റൂമിന്റെ ലെങ്ത് അറ്റ്ലീസ്റ്റ് 3500 വേണം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ഒരു പോർഷനിൽ നിന്നും ഞാൻ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. ക്ലിയർ? അപ്പൊ ഞാൻ നേരത്തെ ഒരു എലിവേഷൻ വ്യൂവും ഒരു പ്ലാൻ വ്യൂ, എലിവേഷൻ വ്യൂ, എക്യുപ്മെന്റ്, മെക്കാനിക്കൽ എക്യുപ്മെന്റ് കാണിച്ചു. ഒരു ചെറിയൊരു പ്ലാൻ കൂടെ വേഗം കാണിക്കാം. ഓക്കെ, ഓഫ്സെറ്റ് അഗെയിൻ എനിക്ക് വാൾ തിക്നെസ് തന്നെ 200 എന്ന് കൊടുക്കുന്നു. അപ്പൊ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാം? ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു പ്ലാനിനെ ഒരു വീട് നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ വാൾ തിക്നെസ് കാര്യമാണ് നമുക്ക് കാണാം അല്ലെ. ഓക്കെ, അഗെയിൻ 200 എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. സെയിം. പിന്നെ ഒരു ഹാൾ അല്ലെ, നമ്മുടെ ഒരു റൂം, സെന്ററിൽ ഒരു ഹാൾ, ദെൻ ഒരു റൂം, അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഞാൻ അഗെയിൻ 200 എന്ന് കൊടുത്ത് ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓഫ്സെറ്റ് എന്നൊരു കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊരു വാല്യൂ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ 4500 അല്ലെങ്കിൽ 4000 അല്ലെങ്കിൽ 3000 എത്രയാണോ നമ്മൾ വാല്യൂ ടൈപ്പ് ചെയ്യുന്നത്, അങ്ങനെ നമ്മളൊരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വിചാരിക്കുക. വീണ്ടും ആ കമാൻഡ് വരണമെങ്കിൽ ഒന്ന് സ്പേസ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ എന്താണ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. വീണ്ടും ആ കമാൻഡ് ലാസ്റ്റ് യൂസ് ചെയ്ത കമാൻഡിലേക്ക് നമുക്ക് റിട്ടേൺ പോകാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഫൈൻ. ഇത് കാണുമ്പോൾ ഒരു ഐഡിയ ഇല്ല, പക്ഷേ ഇതിനെ നമ്മൾ ട്രിം എന്ന് പറഞ്ഞൊരു കമാൻഡ് കൂടെ പഠിക്കാൻ പോകുന്നു. ഓക്കെ, ട്രിം എന്ന് പറയുന്നത് അപ്പൊ ഓഫ്സെറ്റ് പറഞ്ഞു, ലൈൻ പറഞ്ഞു, കണ്ടിന്യൂസ് ലൈൻ പറഞ്ഞു, ട്രിം എന്ന് പറഞ്ഞു. ട്രിം എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ ഒരു മെക്കാനിക്കൽ പാർട്ട് വരച്ചപ്പോ, ഞാനൊരു മെക്കാനിക്കൽ പാർട്ട് വരച്ചപ്പോ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ലൈൻ വരച്ചു. പക്ഷെ ഇതായിരുന്നു എന്റെ വാല്യൂ അല്ലെ, ഇവിടെ ഒരു വരയ്ക്കാൻ പോകും, ഇതായിരുന്നു എന്റെ വാല്യൂ, എനിക്ക് ഇവിടെ മുതൽ മതി, ഞാൻ വരച്ചു. അപ്പൊ ഈ ഒരു ലൈൻ എനിക്ക് വേണ്ട. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഒരു പാർട്ട് എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ലൈൻ എനിക്ക് വേണ്ട. അതിനെന്ത് ചെയ്യണം? ഒബ്വിയസ്ലി ട്രിം ചെയ്ത് കളയണം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് നീക്കണം അല്ലെ. അതിനാണ് ട്രിം എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുക. TR_Enter. ഓക്കെ, TR_Enter. ദെൻ നമുക്ക് ആവശ്യം ഇല്ലാത്ത റീജിയൻ സെലക്ട് ചെയ്യാം. അൺവാണ്ടഡ് ലൈൻസ് ഓർ അൺവാണ്ടഡ് ഏരിയ നമുക്ക് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും സെലക്ട് ചെയ്ത് അൺവാണ്ടഡ് ഏരിയ അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ട്രിം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? TR_Enter. നമുക്ക് ഏതാണോ വേണ്ടത്, ഒരു ഇന്റർസെക്ഷൻ അവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ എനിക്ക് ഈ ഒരു പോർഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ TR ട്രിം. ഓക്കെ, TR എന്നാണ് ഷോർട്ട് കീ. ട്രിം _Enter ക്ലിക്ക് ചെയ്യാം. ഫൈൻ. എന്നിട്ട് നമുക്ക് ആവശ്യം ഇല്ലാത്ത ഏരിയ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ലൈൻസ് അവിടെ കൊണ്ട് നമ്മുടെ മൗസ് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു ക്രോസ് സൈൻ കാണാം അല്ലെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ആ ലൈൻസിനെ ട്രിം ചെയ്ത് ഔട്ട് ചെയ്യാം. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കും. ട്രിം TR_Enter നമുക്ക് ആവശ്യമുള്ളത് യൂസ് ചെയ്യാം. സെയിം കൺസെപ്റ്റ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അഗെയിൻ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഇവിടെ ഒരു ബെഡ്റൂം, ഒരു കോമൺ ഹാൾ, ഇവിടെ ഒരു ബെഡ്റൂം. അഗെയിൻ ഞാൻ വീണ്ടും ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മുകളിലേക്ക് ഒരു 1800 എന്നുള്ള രീതിയിൽ ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, അഗെയിൻ ആ കമാൻഡ് റിപ്പീറ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും എൻ്റർ എന്നുള്ള കീ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, എന്ത് യൂസ് ചെയ്യാം? സ്പേസ് എന്ന് പറഞ്ഞ കീ യൂസ് ചെയ്താൽ നിങ്ങളുടെ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് കീബോർഡിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. എസ്കേപ്പും സ്പേസും എപ്പോഴും യൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, ഫൈൻ. ഞാനിവിടെ ഓഫ്സെറ്റ് എന്നൊരു കമാൻഡ് കൊടുത്ത് അഗെയിൻ ഒരു 200 എന്നുള്ള വാൾ തിക്നെസ് കൊടുത്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫൈൻ. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകണം. ഓക്കെ, അപ്പോ ഓക്കെ, ഫൈൻ. ഓക്കെ, ജസ്റ്റ് കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, നോക്കി ഞാൻ എസ്കേപ്പ് അടിച്ച് എല്ലാം ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഏതൊരു കമാൻഡ് ടൈപ്പ് ചെയ്യാനാണെങ്കിലും ഓക്കെ അല്ല ടൈപ്പ് ചെയ്യാൻ TR_Enter അല്ലെങ്കിൽ ഓഫ്സെറ്റ് _Enter. ഓക്കെ, അത് ടൈപ്പ് ചെയ്യണം. ഇനി എനിക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കമാൻഡ് ബാറിൽ വന്ന് Enter എന്ന് ടൈപ്പ് ചെയ്യാൻ ഇഷ്യൂ. ഓക്കെ, അല്ലെങ്കിൽ ഓഫ്സെറ്റ് Enter എന്ന് കൊടുത്താലും മതി. ഫൈൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇല്ലെങ്കിൽ ഈ പറയുന്ന ലൈൻ എന്നുള്ള കമാൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. Enter എന്നതിന് പകരം ഇവിടെ മോസ്റ്റ് കേസിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുക, ഷോർട്ട് കട്ട്സ് തന്നെ പ്രിഫർ ചെയ്യുക കേട്ടോ. എല്ലാവരും ഷോർട്ട് കട്ട്സ് തന്നെ പ്രിഫർ ചെയ്യാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, സെലക്ട് ചെയ്യാനാണെങ്കിൽ ലൈൻ ആണെങ്കിൽ ഇവിടെ ഉണ്ട്. ഓക്കെ, എക്സൽ ലൈൻ ആണെങ്കിൽ ഡ്രോപ്പ് പാനൽ ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സൽ ലൈൻ കണ്ടിന്യൂസ് ലൈൻസ് ഉണ്ട്. ഓക്കെ, കമാൻഡ്സ് ഞാൻ വരാം. മൂവ്, കോപ്പി, റൊട്ടേറ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അതിനുണ്ട്. ഫില്ലറ്റ്, ട്രിം, ഓഫ്സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും ഉണ്ട്. ഓക്കെ, ഓഫ്സെറ്റ് എന്നുള്ള കമാൻഡ് ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ഇവിടെ വന്ന് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് 1-2 സെക്കൻഡ് മതിയായിരിക്കും. പക്ഷേ അതൊരു 1000 ടൈംസ് ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് ടൈം ലോസ് ആവുകയാണ് അല്ലെ. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയൊരു പ്ലാൻ അല്ല. ഈ ഒരു ചെറിയ പ്ലാൻ എനിക്ക് മൂന്ന് ടൂൾ ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ലൈന്, ഓക്കെ, അല്ലെങ്കിൽ ഓഫ്സെറ്റ്, ട്രിം. അപ്പൊ മാക്സിമം ഷോർട്ട് കീസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഷോർട്ട് കീയിൽ തന്നെ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ, ഫൈൻ.
ഷോർട്ട് കീ ലിസ്റ്റ് ആർക്കും ഗൂഗിൾ ചെയ്താൽ ഓട്ടോക്കാരുടെ ഷോർട്ട് കീ കിട്ടാവുന്നതേ ഉള്ളൂ. ഷോർട്ട് കീസ് എന്നുള്ള ലിസ്റ്റ് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പ്രശ്നമുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന വേണം. എന്നാൽ മാത്രമേ എൻഡിൽ നിങ്ങൾക്ക് ആ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ അഗെയിൻ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ കമാൻഡിലേക്ക് പോകും. 3500 ഇവിടെ നിന്ന് മുകളിലേക്ക്. ഓക്കെ, അഗെയിൻ 200 ഇവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഓഫ്സെറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ എനിക്ക് ഒരുപാട് ലൈൻസ് വന്നു അല്ലെ. ഇപ്പൊ എനിക്ക് ആവശ്യമില്ലാത്ത ലൈൻസിനെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ ട്രിം എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത് ഡബിൾ എൻറ്റർ ചെയ്ത് ഈ ലൈൻസ് നമുക്ക് ആവശ്യമില്ല, എല്ലാത്തിനും ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള ഞാൻ ഉണ്ടോ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഓക്കെ ഫൈൻ. ഓക്കെ, ഇവിടെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് TR എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു എന്റെ എൻട്രൻസ് ഏരിയ ആണ് അല്ലെ, ഒരു എൻട്രൻസ് ലോബി ആണ്, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ആണ്, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ആണ് എന്നാണ്. ഇവിടെ എനിക്ക് എന്താ ആവശ്യമില്ല, ഈ വാൾസിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഞാൻ എന്ത് ചെയ്യുന്നു, അഗെയിൻ TR ട്രിം എന്ന് പോയി ഞാൻ ഈ ആവശ്യമില്ലാത്ത ലൈൻസിനെ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രിം ചെയ്യുക സാധിക്കാം. അഗെയിൻ ഇവിടെയും എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, ട്രിം ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ക്ലിയർ? സ്ലൈറ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫോമിലേക്ക് എത്തുകയാണ്, ഓക്കെ. ഇനി ഒരു ടൂൾ കൂടെ പറയാം, മൂവ് എന്ന് പറഞ്ഞ ടൂൾ കൂടെ ഞാൻ പറയാം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചപ്പോ എനിക്ക് തോന്നുകയാണ് ഇത് ഇത്ര ഒന്നും വേണ്ട, കുറച്ച് താഴത്തേക്ക് ഇറങ്ങി നിർത്തണം എന്നുണ്ടെങ്കിൽ രണ്ടിനെ സെലക്ട് ചെയ്യുക ഞാൻ. ഓക്കെ, M Enter മൂവിന് ചൂസ് ചെയ്തു, M Enter, അല്ലെങ്കിൽ ആ സെയിം കീ നമുക്ക് ഇവിടെ മോഡിഫൈ എന്നുള്ള പാനൽ മൂവ്. അപ്പൊ ഇവിടെ മൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ബേസ് പോയിന്റ് ചൂസ് ചെയ്യണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ബേസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് ഇവിടെ ഞാൻ ഈ ഏതൊരു പോയിന്റിനെയാണോ നോക്കി ശ്രദ്ധിക്കുക, ഈ ഒരു ലൈനിലേക്കാണ് എനിക്ക് ഇതിന് കൊണ്ടുവന്ന് വെക്കേണ്ടതെന്ന് വിചാരിക്കാം. ഈ ഒരു എഡ്ജിലേക്ക് എനിക്ക് ഈ ഒരു രണ്ട് ലൈനിന്റെ ഈ കോർണർ പോയിന്റ് കൊണ്ടുവന്ന് വെക്കണം. അപ്പൊ M Enter എന്ന് പറഞ്ഞ കീ സ്പെസിഫിക് ആക്കിയതിനു ശേഷം ബേസ് പോയിന്റ് ചൂസ് ചെയ്യണം. അപ്പൊ ആ ബേസ് പോയിന്റ് ചൂസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ കൂടെ ഈ മൗസ് ടിപ്പിന്റെ കൂടെ വരിക. കണ്ടോ, ഇവിടെയും F8 ഓഫ് ആക്കിയാൽ നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിൽ അതിനെ മൂവ് ചെയ്യാം. കണ്ടോ, ഇപ്പൊ ഇവിടെ എന്റെ മൗസ് ടിപ്പിന്റെ കൂടെ വരുന്നത് ഞാൻ ചൂസ് ചെയ്ത ബേസ് പോയിന്റ് ആണ്. അപ്പൊ ഈസിലി എനിക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, M Enter എന്ന് പറഞ്ഞ് നമ്മൾ അത് M കോപ്പി ചെയ്യണമെങ്കിൽ സെയിം ഉണ്ട്. M Enter എന്ന് ഞാൻ പറഞ്ഞ് ഓക്കെ ഈ ഒരു പോയിന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തു വിചാരിക്കാം. ഓക്കെ, ദെൻ അതിനെ ഈ ഒരു ലൈനിലേക്ക് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് F8 ഓൺ ചെയ്യും. സിമിലർലി ഇവിടെ എനിക്ക് ഈ ഒരു റെക്ടാങ്കിളിന്റെ മുകളിൽ എനിക്ക് ഈ ഒരു എലമെന്റ് കൂടെ കാണിക്കണം, ഇതിനുള്ള ഈ ഒരു എലമെന്റ് കൂടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് മുകളിലേക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിന്റെ സെന്റർ പോയിന്റ് ആണ് വേണ്ടി M Enter. ഓക്കെ, സെന്റർ പോയിന്റ് ഞാൻ ചൂസ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടേക്കുള്ള ഡയറക്ഷൻ കിട്ടണേ അല്ലെ, 90 ഡിഗ്രിയിൽ മാത്രമേ മൂവ്മെന്റ് പോസിബിൾ ആവുള്ളൂ. എന്തുകൊണ്ടാണ്? F8 എന്ന് പറഞ്ഞ കീ ഇവിടെ ഓൺ ആയിരുന്നു അല്ലെ. അതിനെ ഓഫ് ആക്കിയതിനു ശേഷം ഇവിടുത്തെ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ റെക്ടാങ്കിൾ കാണിക്കും, ട്രയാങ്കിൾ ആണ് സെന്റർ പോയിന്റ് ഇവിടെ ഓണിലേക്ക് പ്ലേസ് ചെയ്യാം. ഇത്രയുള്ള കൺസെപ്റ്റ്. ഓക്കെ ഫൈൻ. അപ്പൊ ഞാനത് എലിവേഷൻ വ്യൂവിൽ ഞാൻ അതോടെ ചേഞ്ച് വരുത്തിയിരിക്കുന്നു. ഓക്കെ, അതേ എലമെന്റിനെ ഓക്കെ എലിവേഷൻ വ്യൂവിൽ ഞാൻ ചേഞ്ച് വരുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ ഇതാണ് മൂവ് എന്ന് പറയുന്ന ഒരു ടൂൾ. ഓക്കെ, മൂവ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കുറച്ച് ലൈൻസ് വരച്ചു അല്ലെങ്കിൽ എക്സൽ ലൈൻ വരച്ചു ഇതിനൊരു ചെറിയൊരു പ്ലാൻ ആക്കി മാറ്റിയെടുക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ലൈൻ വരച്ച് ഞാൻ ക്ലോസ് ചെയ്യണം, വേറെ അതിലേക്ക് അഡ്വാൻസിലേക്ക് പോകുന്നില്ല. ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചു, അഗെയിൻ അവിടെ നിന്ന് ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, 200 താഴേക്ക് ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ ഒരു എന്താ സിമ്പിൾ ആയി ഒരു വാഷ്റൂം ഞാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, വാഷ്റൂമിനാണെങ്കിൽ ഞാനൊരു 1800 എന്നൊരു ഓഫ്സെറ്റ് കൊടുത്ത് ഇവിടെ നിന്ന് മുകളിലേക്ക് അഗെയിൻ ഒരു 200 ഓഫ്സെറ്റ് താഴേക്ക് കൊടുത്ത് ഒരു വാൾ തിക്നെസ്സും വേരി ചെയ്യും. അത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ഷനിൽ നമുക്ക് പറയാം എന്താണ് വാൾ തിക്നെസ്, അല്ലെങ്കിൽ മെക്കാനിക്കലി സ്പെസിഫിക് ആയിട്ടുള്ള സെക്ഷൻസിൽ നമുക്ക് പറയാം ഇന്നതാണ് കാര്യം പറയുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മളൊരു സിമ്പിൾ ടാസ്ക് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഓക്കെ, അഗെയിൻ ഓഫ്സെറ്റ് 3500 എത്രയാണ് മെഷർ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽ ക്ലാസ്സുകളിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം എങ്ങനെ ഓഫ്സെറ്റ് ചെയ്യാം, എങ്ങനെ ട്രിം ചെയ്യാം, എങ്ങനെ കോപ്പി ചെയ്യാം, എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെയും എനിക്ക് ലൈൻസിന്റെ ആവശ്യമില്ല. അപ്പൊ TR എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഈ എൻ്റെ ലൈൻസിന് നമുക്ക് ട്രിം ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ചെറിയൊരു ഫോമിലേക്ക് എത്തി അല്ലെ, ചെറിയൊരു ഫോമിലേക്ക് എത്തി. ഞാൻ ഇവിടെ നിന്ന് ഒരു എലമെന്റിനെ ഇതിനെ എൻറ്റയർലി ഒന്ന് മൂവ് ചെയ്യാൻ എങ്ങനെയായിരിക്കും, ഇതിനെ എല്ലാം എനിക്ക് മൂവ് ചെയ്യണം. ഇതിനെ സെലക്ട് ചെയ്തു, M Enter അഗെയിൻ ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെ, പോയിന്റ് അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു സ്പേസിൽ കൊണ്ട് വെക്കണമെങ്കിൽ ആ പോയിന്റ് ചൂസ് ചെയ്യാൻ ഞാൻ ഇവിടെ
ഇവിടെ എലമെന്റ് ആയിട്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ് സ്കെയിൽ, തൽക്കാലം ഞാൻ പെട്ടെന്ന് സ്കെയിൽ ചെയ്ത് കാണിച്ചു തരികയാണ്. സ്കെയിൽ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ ഫൈൻ. ഇവിടെ ഒരു എലമെന്റ് ഉണ്ട് അല്ലേ. ഓക്കെ, ഇങ്ങനെ ചെയ്ത ഒരു എലമെന്റിനെ ഓക്കെ ഞാൻ കുറച്ചൊരു പ്രോപ്പർട്ടി ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പ്രോപ്പർട്ടി ആഡ് ചെയ്യാന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് എന്താണെന്നൊരു ഐഡിയ കിട്ടണില്ല. ഇത് എൻട്രൻസ് ആണോ അല്ലെങ്കിൽ ഇതൊരു എന്റെ എന്താണ് എലമെന്റ് എന്ന് എനിക്കൊരു ഐഡിയ കിട്ടണില്ല അല്ലെ. എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ, ഏറ്റവും ലളിതമായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ കൂടെ നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ ഒരു ടൂൾ ഡ്രോയിൽ നിന്ന് ലൈന് എക്സൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ റെക്ടാങ്കിൾ അല്ലെങ്കിൽ നമ്മളത് വരച്ചു, നമുക്ക് പറയാം ഡീറ്റെയിൽ പറയാം. നമ്മൾ എന്ത് ചെയ്തു, മോഡിഫൈ പാനലിലെ മൂവ് പറഞ്ഞു, അതുപോലെ റൊട്ടേറ്റ് മൂവ് പറഞ്ഞു, ഓഫ്സെറ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു ഓഫ്സെറ്റ്, മൂവ്, പിന്നെ ട്രിം എന്നുള്ള 3 ടൂൾസ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു പ്ലാൻ എനിക്ക് റെഡിയാണ് ഇവിടെ. കണ്ടോ, പ്ലാൻ എന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ പ്ലാനിൽ ചെയ്യാൻ ഇപ്പൊ ഇതുപോലെ അഡ്വാൻസ് ലെവലിൽ ചെയ്യാം. ഇനി ഇതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, ഇതിനെ എങ്ങനെ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് കാര്യം. ശ്രദ്ധിച്ച്, ഈ ഒരു പ്ലാനിനെ ഈ വാൾസ് മുഴുവൻ ഞാൻ വേറൊരു കൺസെപ്റ്റിൽ വേറൊരു ലെയറിൽ കാണിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു കളർ കാണിക്കുക. പ്രോപ്പർട്ടി മാറ്റുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ എൻറ്റയർലി സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ നോർമലി വേർഡ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ, ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ബോക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ബോക്സ് അവൈലബിൾ ആണ്. ഈ പ്രോപ്പർട്ടി ബോക്സിൽ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തൽക്കാലം ബൈ ലെയർ ബൈ കൺസെപ്റ്റ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ജസ്റ്റ് ഒരു കളർ കൊടുക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, ഞാനൊരു കളർ കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഇനി അതുമല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ആഡ് ചെയ്യും. ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്ലാൻ വ്യൂവിനെ ഞാൻ എന്തിൽ കാണിക്കുന്നു, ഒരു യെല്ലോ കളറിൽ പ്ലാൻ വ്യൂ. ആൻഡ് എന്ത് ചെയ്യുക, ഇവിടുത്തെ ഈ ഒരു എലമെന്റിനെ മാത്രം, അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന എലമെന്റ് ആണ്. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു റെഡ് കളറിൽ കാണിക്കുന്നു. അപ്പൊ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അതിന്റെ ഫുൾ എൻറ്റയർ എലിവേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, വേറൊരു റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, വേറൊരു കളർ കൂടെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ നോർമലി കിടക്കുന്നതിനേക്കാളും ഒന്നുകൂടെ അട്രാക്റ്റീവ് ആയി, അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, റീഡബിൾ ആയി, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ ഫൈൻ. ഇനി അങ്ങനെ വരച്ച ഒരു പ്ലാനിനെ, ഇതിപ്പോ വാഷ്റൂം ആണോ ബെഡ്റൂം ആണോ എന്താണെന്നൊരു ഐഡിയ ഇല്ല അല്ലെ. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ടെക്സ്റ്റോട് നിങ്ങൾക്ക് പറഞ്ഞു പോവാണ്. ടെക്സ്റ്റ് അല്ലെ, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു ഗുഡ് റിസൾട്ടിലേക്ക് എത്താം. മൾട്ടി ലൈൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ മൾട്ടി ലൈൻ ടെക്സ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ പോയി. ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് പഠിക്കും. ഞാൻ ഇവിടെ ബെഡ്റൂം എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ബെഡ്റൂം എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഇതിനെ സെലക്ട് ചെയ്ത് എല്ലാവരും വേർഡ് യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. ഈ വേർഡിൽ പറയുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ശ്രദ്ധിച്ച്, ടെക്സ്റ്റിന്റെ ഹൈറ്റ്, അതായത് ആ ടെക്സ്റ്റ് എത്ര ഹൈറ്റ് ആണ്, അതിന്റെ ഹൈറ്റ് വാല്യൂ അല്ലെങ്കിൽ ഡയമെൻഷൻ, അതിന്റെ വലുപ്പം. ഓക്കെ, ടെക്സ്റ്റ് ഹൈറ്റ് നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഓക്കെ, ടെക്സ്റ്റ് ഹൈറ്റ് നമുക്ക് ഇവിടുന്ന് മാറ്റാം 10 അല്ലെങ്കിൽ എത്രയാണെന്ന് നോക്കാം. ഏതാണ് ഫീസിബിൾ ആയിട്ട് വരുന്നത് നോക്കാം. 1000 ഒക്കെ വെച്ച് ഒരുപാടായി അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് വേണ്ടത്, ഓക്കെ ആ ഒരു ഇതിലേക്ക് കൊടുക്കാം. ഓക്കെ, ബെഡ്റൂം. അപ്പൊ ഈ ഒരു ഹൈറ്റ് കൊടുക്കുക, ടെക്സ്റ്റിന്റെ ഹൈറ്റ്. അതുപോലെ ഇതിന് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ മൂവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലൈനിലായി. എനിക്ക് തോന്നുകയാണ് ഇത് അതല്ല, ബോൾഡ് ആക്കി വേണം, ഇറ്റാലാക്കി വേണം, അല്ലെങ്കിൽ അതിന്റെ ഫോണ്ട് മാറ്റണം. ഇതൊക്കെ ഈസിലി എല്ലാവർക്കും നോർമലി അറിയാം, ഈസിലി നമുക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ 1000 എന്ന വാല്യൂ കൊടുത്ത് 500 എന്ന രീതിയിലേക്ക് മാറ്റി പകുതി കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 100 എന്ന രീതിയിലേക്ക് മാറ്റി പകുതിയായി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, 150. ഓക്കെ ഫൈൻ. ഇപ്പോ നമ്മൾ എന്തായി, ഒന്നുകൂടി ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ് കൂട്ടി അല്ലെ. ഇതിനെന്താക്കി, ബെഡ്റൂം എന്ന് പറഞ്ഞു, ഞാനത് വേറൊരു കളറിൽ കാണിക്കാൻ ഉദ്ദേശിക്കുക. ഓക്കെ, ബെഡ്റൂം എന്ന് കാണിച്ചു. അപ്പൊ ഇപ്പൊ ആണെന്ന് മനസ്സിലാക്കുന്നത് ബെഡ്റൂം ആണ്. അല്ലെങ്കിൽ നമ്മുടെ മെഷീനറി പാർട്ടിന്റെ ഇതൊരു എലിവേഷൻ ആണ്. ഓക്കെ, മൾട്ടിപ്ലൈ ടെസ്റ്റ് എടുത്ത് ഞാൻ ഇവിടെ കാണിക്കും. ഇതൊരു പ്ലാൻ വ്യൂ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ടോപ്പ് വ്യൂ. ഗ്രാഫിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ടോപ്പ് വ്യൂ എന്ന് പറയണം. ഓക്കെ, ഇതിനെ അഗെയിൻ ഞാൻ എന്ത് ചെയ്യാണ്, ടോപ്പ് വ്യൂ സെലക്ട് ചെയ്ത് അതിനൊരു ഫോണ്ട് സൈസ് കൊടുക്കുന്നു. 200 എന്ന് പറഞ്ഞൊരു ഫോണ്ട് സൈസ് കൊടുത്തു. എസ്കേപ്പ് ചെയ്ത് യെസ് കൊടുക്കുക. അവിടെ സേവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. മൈക്കൊന്നും എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. ക്ലിയർ ഫൈൻ. നമ്മൾ എന്ത് ചെയ്തു, ഒരു ടോപ്പ് വ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലമെന്റ് നമ്മൾ വരച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതേ എലമെന്റിനെ കോപ്പി ചെയ്യാം. ഒരു കമാൻഡോട് കൂട്ടുകയാണ്. മൂവ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, സെയിം കൺസെപ്റ്റ്. മൂവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എലമെന്റ് അവിടെ നിന്ന് റീപ്ലേസ് ആയി, അല്ലെങ്കിൽ അവിടെ ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഞാൻ കോപ്പിയാണ് ചെയ്യണമെങ്കിലോ, CO, കോപ്പിയുടെ കമാൻഡ് CO എന്നാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോപ്പി എന്ന് പറയുന്നത്, ഓക്കെ സോറി,
സ്ക്രീൻ ഓക്കെ സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, കോപ്പി എന്ന് പറയുന്നത് എന്താ, CO എന്നാണ് കമാൻഡ്. ഓക്കെ, CO എന്ന് ടൈപ്പ് ചെയ്ത് കോപ്പിക്ക്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണു, ഓക്കെ CO എന്നുള്ള കമാൻഡ് കൊടുത്തു. കമാൻഡ് ലൈൻ എല്ലാവർക്കും കാണുന്നതായിരിക്കും. ഇവിടെ CO എന്ന് ടൈപ്പ് ചെയ്ത് കോപ്പി എൻ്റർ ചെയ്തു. അഗെയിൻ ഒബ്ജക്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകിൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. അതുപോലെ ഇതിനെ സെലക്ട് ചെയ്ത് ഞാൻ കോപ്പി എന്ന് കൊടുത്തു. CO ഏതെങ്കിലും ഒരു ബേസ് പോയിന്റ് ചൂസ് ചെയ്തു അല്ലെ, എന്നിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി F8 ഓൺ ചെയ്ത് വീണ്ടും എന്തുണ്ടാവും, സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യുന്നു ടോപ്പ് വ്യൂ. അപ്പൊ ഏറ്റവും ലളിതമായ രീതിയിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ടിലേക്ക് എത്താം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടോപ്പ് വ്യൂ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ എനിക്ക് രണ്ടും ഒരേ ലൈനിൽ വേണമെങ്കിൽ വീണ്ടും XL ലൈൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഞാൻ ഈ ഒരു ലൈൻ ഇവിടെ വരച്ചിട്ട് കഴിഞ്ഞാൽ, ഓക്കെ വെർട്ടിക്കലി ഞാനൊരു ലൈൻ വരച്ചിട്ടു. ഇത് രണ്ടും എനിക്ക് ഒരേ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റ് ഇൻസേഷൻ പോയിന്റ് ഇതിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായി, ഇതും കറക്റ്റ് ഒരു അലൈൻമെന്റിലായി, ഇതും ഒരു അലൈൻമെന്റിലായി. ക്ലിയർ? അപ്പൊ XL ലൈൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫീൽഡിൽ മാത്രമല്ല ഒരുപാട് കേസ് ഉണ്ട്. ഇതൊന്ന് എഡിറ്റ് ചെയ്യാല്ലേ, നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്ത് ഞാൻ എന്ത്, ഇതൊരു എലിവേഷൻ ആണ് അല്ലെങ്കിൽ ഇത് എന്നതാണ് എന്ന് നമ്മൾ സ്പെസിഫിക് ആക്കി കൊടുക്കും. എലിവേഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി ഇതിന്റെ കളർ മാറ്റാനോ, സിമ്പിൾ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. PR പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ ഞാൻ ചെറിയൊരു കളറിൽ അവിടെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ബ്ലൂ കളറിൽ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇത് ക്ലിയർ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, ടച്ചിന്റെ ഇപ്പൊ ഇത്ര കാര്യങ്ങളെ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. ആകെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു അല്ലെ, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ, പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ ലൈൻസ് ഇരിക്കണം, അവരെ ട്രിം ചെയ്ത് ഇതിനെ കൂടെ ഒന്ന് കളയാൻ ശ്രമിച്ചതാ. ഇങ്ങനെ ഇല്ല, എന്നാലാണ് ഒരു വോൾ കംപ്ലീറ്റ്ലി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുക. ഉണ്ടോ? പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിനെ ഇങ്ങനെ ട്രിം ചെയ്തിടണം, എന്നാലാണ് ഒരു കണ്ടിന്യൂസ് വാൾ ആയിട്ട് ചെയ്യുള്ളൂ. നമുക്ക് ഇപ്പോൾ ഒരാൾക്കാരുടെ സ്ട്രീം മാത്രമല്ല, നമ്മുടെ സ്വന്തം വീടിന്റെ ഒരു പ്ലാൻ എങ്ങനെ വരയ്ക്കാം അതെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഒരു എഞ്ചിനീയർ എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ഇൻഡസ്ട്രി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ വെച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ 4 ടൂൾസ് യൂസ് ചെയ്ത് നിങ്ങൾ ഒരു പ്ലാൻ എങ്കിലും ഇത് നിങ്ങൾ ഒരു പ്ലാൻ എങ്കിലും നീ ഒന്ന് വരച്ച് നോക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ ഒരു 4-5 ടൂൾസ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലാൻ എങ്കിലും വരയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെഷീനറി പാർട്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് എലമെന്റ്സ് ഞാൻ തരാൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു ടാസ്കുകൾ പോലെ വരച്ച് പോവുക. ഓക്കെ, അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, എല്ലാ കമ്മ്യൂണിക്കേഷനും നമുക്ക് UIT ആപ്പ് വഴി പോസിബിൾ ആണ്. ഓക്കെ, അവിടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഒന്ന് ചാറ്റിൽ ഒന്ന് മെസ്സേജ് ഇടുകയാണെങ്കിൽ ചാറ്റിൽ ഒന്ന് മെസ്സേജ് ഇടുകയാണെങ്കിൽ ചെയ്യാം. ഓക്കെ, യൂണിറ്റിന്റെ ഒരു കാര്യം ആരോ ചോദിച്ചില്ല. യൂണിറ്റ് എന്നതിലേക്ക് ഞാൻ പോവാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത്ര ഒരു കാര്യമുള്ളൂ. UN എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിറ്റ് എന്ന് UN അറിയുന്നതായിരിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാതിരുന്നത്. ഓക്കെ, ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ യൂണിറ്റ് ചോദിച്ചുകൊണ്ട് മാത്രം. ഓക്കെ, ഇവിടെ ഇപ്പൊ യൂണിറ്റ് കിടക്കുന്നത് ഞാൻ ഏറ്റവും മില്ലിമീറ്റർ എന്നുള്ള യൂണിറ്റിലേക്ക് ഇട്ടു. ഇവിടെ നമ്മൾ വരയ്ക്കുന്നതിന്റെ യൂണിറ്റ് അല്ല, AutoCAD ഈസ് എ ഡയമെൻഷൻലെസ് സോഫ്റ്റ്വെയർ. ഓക്കെ, AutoCAD ഒരു യൂണിറ്റ് പറയാനായിട്ട് പറ്റില്ല. മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ വരയ്ക്കുന്ന ലൈൻ മില്ലിമീറ്റർ ആണ്, ഞാൻ വരച്ചു 200 മില്ലിമീറ്റർ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോ ഒരു നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മൈൻഡിലുള്ള കൺസെപ്റ്റ് എന്താണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈൻ. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഇട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് ഞാനൊരു L എൻ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ആക്കുന്നു. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യാം, സിംപിളി ഞാനൊരു 1000 വരയ്ക്കാൻ, എനിക്ക് 1000 mm അല്ലെ, 1000 mm ഞാൻ വരച്ചു. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് കാണാം അല്ലെ, 1000 mm എന്ന് വരച്ചു. ഞാനൊരു ഡയമെൻഷൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിനെ 1000 mm എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഫൈൻ, 1000 ഉണ്ട്. ഓക്കെ, ഞാൻ അതിന്റെ ഡയമെൻഷൻ ടെസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, ഫൈൻ, ഒരു മിനിറ്റ്. ഓക്കെ, കാണാൻ നിങ്ങൾക്ക് 1000 mm ആണെന്ന് കാണാം അല്ലെ. ഓക്കെ, അപ്പൊ ഇത് 1000 mm എന്ന് ഞാൻ പറയില്ല, 1000 ആണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ യൂണിറ്റ് അഗൈൻ UN എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ മില്ലിമീറ്ററിൽ നിന്ന് മാറ്റുകയാണ്, കിലോമീറ്ററിലേക്ക് മാറ്റുകയാണ്. നല്ലൊരു വ്യത്യാസം ഉണ്ടല്ലേ, മില്ലിമീറ്റർ യൂണിറ്റ് കിലോമീറ്റർ. 1000 mm ഒബ്വിയസ്ലി വലുതായിരിക്കണം. നമ്മൾ ഇത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇത് മില്ലിമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഒരു ലൈൻ 1000 എന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ എന്തായാലും തീർച്ചയായിട്ടും വലുതാകണം അല്ലെ. ഇത് യൂണിറ്റ് ആണ് പറയുന്നതെങ്കിൽ അത് വലുതായിരിക്കണം തീർച്ചയായും.
പക്ഷെ ഓട്ടോക്യാഡ് ഞാൻ പറയുന്നത് ഡയമെൻഷൻലെസ് സോഫ്റ്റ്വെയർ ആണ്. സെയിം പോയിന്റിൽ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് എഗെയിൻ ഞാൻ 1000 തന്നെ കൊണ്ടുപോകും. ഇപ്പൊ എന്റെ യൂണിറ്റ് ഏതാ? കിലോമീറ്റർ ആണ് അല്ലെ. 1000 ക്ലിക്ക് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ ശ്രദ്ധിക്കുക, സെയിം ലൈൻ തന്നെ ക്രിയേറ്റ് ആവുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, UN എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്നതിന്റെ യൂണിറ്റ് അല്ല. ഓക്കെ, ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ഇൻസേർഷൻ സ്കെയിൽ എന്ന് പറയുന്നത്, അതായത് യൂണിറ്റ് ടു സ്കെയിൽ ഇൻസേർട്ടഡ് കണ്ടന്റ്. നമ്മൾ വേറൊരു ഫയലിൽ നിന്ന് കൊണ്ടുവരുന്ന കണ്ടന്റ് ഏത് യൂണിറ്റിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇപ്പൊ കവർ ചെയ്യാതെ പോയത്. ഓക്കെ ഫൈൻ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, അതിനാണ് ഇപ്പൊ കവർ ചെയ്യാതെ പോയത്. ഓക്കെ, പിന്നെ അതുപോലെ ലിമിറ്റ്സ് നമ്മൾ നോർമലി ഇപ്പൊ സെറ്റ് ചെയ്യുന്നില്ല. കാരണം ലിമിറ്റ്സ് സെറ്റ് ചെയ്യാനകത്ത് നമുക്കൊരു ടൈറ്റിൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിലേക്ക് പോകാം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അതായത് ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറത്തേക്കുള്ളത് കാണിക്കില്ല എന്നുള്ളതാണ്. എക്സാമ്പിൾ സഹിതം ഞാൻ കാണിച്ചു തരാം. എനിക്ക് 3 മണിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ലിമിറ്റ്സ് അടുത്ത ക്ലാസ്സിലേക്ക് പറഞ്ഞു തരാം. ഓക്കെ, ലിമിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ അല്ലെങ്കിൽ ഒരു ഓട്ടോക്യാഡ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് സെക്കൻഡ് ഇയറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലോ ഇപ്പൊ ലിമിറ്റ്സ് എന്ന് പറയുന്ന എലമെന്റ് അവിടെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ ഫൈൻ, അവിടെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ 00 അല്ലെങ്കിൽ 2000 5000 എന്ന് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു അല്ലെ, അല്ലെങ്കിൽ 10,000. അതിന് നമുക്ക് ഈ ഒരു വർക്ക്ഷീറ്റിനെ അതിനുള്ളിൽ ലിമിറ്റ് ചെയ്യാന്ന് മാത്രം. പക്ഷെ നമ്മളത് ചെയ്യേണ്ട കാര്യം, ഒരു ഇൻഡസ്ട്രി വൈസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം പ്ലോട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നമ്മൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ജോഗ്രഫിക്കൽ സെറ്റ് ചെയ്യണം, നമ്മുടെ ലൊക്കേഷൻ ഡാറ്റ കാണിക്കണം, നമ്മൾ ഈ വരയ്ക്കുന്ന പ്ലാൻ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന എലമെന്റ് എവിടെയാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ ലാസ്റ്റ് നമുക്ക് ഒരു നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യൂണിറ്റിനെ പറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. നമ്മൾ ആകെ യൂസ് ചെയ്തിട്ടുള്ള എൽ എന്റർ, ഒന്നാമത്തെ ടൂൾ എൽ എന്റർ എന്നുള്ള സ്പെസിഫിക് ഫസ്റ്റ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ്. ദെൻ ലൈൻ എന്റർ എന്നുള്ള കമാൻഡിന് ശേഷം നമ്മൾ F8 ഓർത്തോഗണലി എന്നുള്ളൊരു കമാൻഡ് കൂടെ നമ്മൾ പഠിച്ചില്ലേ. ഓക്കെ, ഞാനൊന്ന് ക്വിക്കലി നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, യെസ് ഫൈൻ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാണ്ട് തോന്നുന്നു എല്ലാവർക്കും സ്ക്രീൻ. ഓക്കെ ഫൈൻ, ലൈൻ എന്നാണ് നമ്മൾ ആദ്യത്തെ കമാൻഡ് പഠിച്ചത്. എൽ എന്നുള്ള ഷോർട്ട് കീ. രണ്ടാമത്തെ ഷോർട്ട് കീ നമ്മൾ പഠിച്ചത് F8 എന്നൊരു ഷോർട്ട് കീ ആയിരുന്നു അല്ലെ. F8 എന്ന് പറയുന്നത് ഓർത്തോഗണൽ സ്ട്രേറ്റ് ലൈൻസ് 90 ഡിഗ്രി ലൈൻസിനെ കിട്ടാൻ വേണ്ടിയാണ്, 90 ഡിഗ്രി ലൈൻസിനെ കിട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ലൈൻ എന്ന് പറയുന്നത് ട്രിം പഠിച്ചു അല്ലെ, TR ട്രിം എന്നുള്ളൊരു കമാൻഡ് പഠിച്ചു. ട്രിം, ഓക്കെ, കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡിങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഓവർലാപ്പ് ഇന്റർസെക്ട് ചെയ്യുന്ന ലൈൻസിന്റെ അൺവാണ്ടഡ് പോർഷനെ ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ ട്രിം യൂസ് ചെയ്യുക. ഓക്കെ, ട്രിം പറഞ്ഞു. ദെൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഓഫ്സെറ്റ്. ഓക്കെ, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ പാരലലി ഒരു ലൈൻ എനിക്ക് ഇവിടെ ഉണ്ട്, അതിനോട് പാരലായിട്ട് വിത്ത് എ സ്പെസിഫിക് റഫറൻസ് ഡിസ്റ്റൻസ്, അതാണ് അവിടെ പോയിന്റ്. ഓക്കെ, ഒരു സ്പെസിഫിക് റഫറൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു 300 mm അല്ലെങ്കിൽ 200 mm അല്ലെങ്കിൽ 200 യൂണിറ്റ്, mm ഞാൻ പറഞ്ഞതിൽ 200 യൂണിറ്റ്സ്. ഓക്കെ, അത് mm ആയിരിക്കാം, കിലോമീറ്റർ ആയിരിക്കാം, മീറ്റർ ആയിരിക്കാം. ആ യൂണിറ്റ്സ് മാറി ഒരു പുതിയൊരു ലൈൻ സിമിലർലി ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഓഫ്സെറ്റ്. ഓക്കെ, അതാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ദെൻ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു, മൂവ്. ഓക്കെ, മൂവ് കോപ്പി അല്ലെ. മൂവ് എന്ന് പറയുന്നത് MV എന്നാണ് ഷോർട്ട് കീ, കോപ്പി എന്ന് പറയുന്നത് CO. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എന്ത് ചൂസ് ചെയ്യുക, ഒരു ബേസ് പോയിന്റ് ചൂസ് ചെയ്യുക. ആ ബേസ് പോയിന്റ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ, ഓക്കെ, ആ ബേസ് പോയിന്റ് അനുസരിച്ചായിരിക്കും നമ്മുടെ ലൈൻ പോകുന്നത്. ഓക്കെ, ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു. ഓക്കെ, പിന്നെ നമ്മൾ XL ലൈൻ കൂടെ പറഞ്ഞു അല്ലെ. ഓക്കെ, XL ലൈൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ലൈൻസ് ആണ്. ബോത്ത് എൻഡിലേക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നതാണ് കൺസ്ട്രക്ഷൻ ലൈൻ അല്ലെങ്കിൽ XL ലൈൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. വേറെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു, ടെക്സ്റ്റ് പറഞ്ഞു. ഓക്കെ, ലെയറിന്റെ പ്രോപ്പർട്ടി മാറ്റാൻ പറഞ്ഞു. നമുക്ക് ടൈപ്പ് ചെയ്യുന്നില്ല, ഞാൻ ടെക്സ്റ്റ് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. അത് നമുക്ക് ആർക്കും കോമൺ ആയിട്ട് ചെയ്ത് നോക്കാം. നമ്മൾ പ്രോപ്പർട്ടി എവിടെയാണ്, ഇവിടെ പ്രോപ്പർട്ടീസ് വാച്ചിങ്. ഇത്രയും കാര്യങ്ങൾ ഒരു 4-5 കമാൻഡ് യൂസ് ചെയ്ത് എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ പാർട്ടിന്റെ ടോപ്പ് വ്യൂ എലിവേഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? ഏറ്റവും സിമ്പിൾ ആയിട്ടും ലളിതമായിട്ടും അറിഞ്ഞിരിക്കുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ, ഓക്കെ, ഓഫ്സെറ്റ്. ഓക്കെ, ഓഫ്സെറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ എങ്കിലും, ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ എങ്കിലും നമ്മുടെ കരിയറിൽ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതല്ലാതെ റിവറ്റ്, ആർക്കിടെക്ചർ, ഒരുപാട് BIM കൺസെപ്റ്റുകൾ, ഒരുപാട് ഇൻഡസ്ട്രി വൈസ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് ആസ് എ ഓപ്പണിംഗ് ടു ആൻ ഇൻഡസ്ട്രി, ഒരു വിൻഡോ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു വിൻഡോ നമുക്ക് തുറന്നിടുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഓട്ടോക്യാഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എങ്കിലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുന്നു ആ കാര്യം നിങ്ങൾ ഇതൊരു ഫ്രീ കോഴ്സ് ലാഘവത്തോടെ എടുക്കാതെ ഒരു അറ്റ്ലീസ്റ്റ് ഇത് ചെയ്തു വെക്കാൻ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് മതിയാവും നിങ്ങൾക്ക്. നിങ്ങൾ അന്നാണ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടാക്കി ചെയ്യുന്ന വേണം. നമ്മൾ തീരുമാനിക്കണം പഠിക്കണമെന്ന്. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി യു വിൽ ഗെറ്റ് എ റിസൾട്ട്. അതിനൊരു തർക്കമില്ല. നിങ്ങൾക്ക് എന്തായാലും ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും.
അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു 5 കമാൻഡ്സ് അല്ലെ, സിമ്പിൾ ലൈക്ക് 5 കമാൻഡ്സ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു ചെറിയ പ്ലാൻ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഏതെങ്കിലും ഒരു എലമെന്റ്. ഓക്കെ, വരും ദിവസങ്ങളിൽ കുറച്ചും കൂടെ റിലേറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് എക്സാമ്പിൾ കാണിച്ച് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തേക്ക് നമുക്കൊന്ന് ഫ്രീ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതെല്ലാം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ഒന്ന് മെസ്സേജിൽ ഇട്ട് കഴിഞ്ഞാൽ വേറെ എല്ലാവർക്കും ഓക്കെ. ഓക്കെ ഫൈൻ. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയും റെക്കോർഡിങ്ങിന് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആപ്പ് ഒന്ന് വാച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഉണ്ടാവും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ടീംസ് ഉണ്ടാവും. ഈവൻ മീ ഞാൻ അവിടെ ഉണ്ടാവും. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് എല്ലാം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടീം മെമ്പേഴ്സ് അവിടെ റെഡിയാണ്. നിങ്ങൾ ആപ്പ് ത്രൂ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക. ആപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോ അങ്ങനെയെങ്കിൽ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. Okay, once again, thank you for all the 350, around 350, 320, around 320 participations ഉണ്ട് അല്ലെ. എല്ലാവർക്കും താങ്ക് യു. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേ മീറ്റ് ചെയ്യാം. ഓൾ ഇൻഫർമേഷൻ നമ്മുടെ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.